കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ നാം, കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ നാം കാന്തയായി നിൽക്കും ശോഭാ പരിപൂർണതയോടെ, കാന്തയായി നിൽക്കും ശോഭാ പരിപൂർണതയോടെ. മിന്നുന്ന വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടു നാം, മിന്നുന്ന വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടു നാം പ്രിയൻ മുഖം കണ്ടാനന്ദിക്കും നിത്യായുഗങ്ങൾ, പ്രിയൻ മുഖം കണ്ടാനന്ദിക്കും നിത്യായുഗങ്ങൾ. കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ നാം, കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ നാം കാന്തയായി നിൽക്കും ശോഭാ പരിപൂർണതയോടെ, കാന്തയായി നിൽക്കും ശോഭാ പരിപൂർണതയോടെ. ആയിരം ആയിരം ദൂതന്മാർ ശുശ്രൂഷ, ആയിരം ആയിരം ദൂതന്മാർ ശുശ്രൂഷ ലഭിക്കുമെൻ്റെ പ്രിയനുമായി വാഴും സമയം, ലഭിക്കുമെൻ്റെ പ്രിയനുമായി വാഴും സമയം. നിത്യാനന്ദത്താലൻ ഹൃദയമാദിനം, നിത്യാനന്ദത്താലൻ ഹൃദയമാദിനം. കാവിഞ്ഞൊഴുകും വന്നതി പോൽ ബഹുദൂരമായി, കാവിഞ്ഞൊഴുകും വന്നതി പോൽ ബഹുദൂരമായി. കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ നാം, കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ നാം കാന്തയായി നിൽക്കും ശോഭാ പരിപൂർണതയോടെ, കാന്തയായി നിൽക്കും ശോഭാ പരിപൂർണതയോടെ. കാന്തനും കാന്തയും കല്യാണശാലയിൽ, കാന്തനും കാന്തയും കല്യാണശാലയിൽ എണ്ണമില്ലാത്ത ശുദ്ധർ മധ്യേ വാഴും ചന്തമായി, എണ്ണമില്ലാത്ത ശുദ്ധർ മധ്യേ വാഴും ചന്തമായി. ലഭിക്കുമെന്നേനി കസഖ്യ നിക്ഷേപം, ലഭിക്കുമെന്നേനി കസഖ്യ നിക്ഷേപം. പ്രമോദമായി വാണിടും ഞാൻ യുഗായുഗങ്ങളായി, പ്രമോദമായി വാണിടും ഞാൻ യുഗായുഗങ്ങളായി. കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ നാം, കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ നാം കാന്തയായി നിൽക്കും ശോഭാ പരിപൂർണതയോടെ, കാന്തയായി നിൽക്കും വസ്ത്രം കൂടഞ്ഞു. നിങ്ങളുടെ നാശത്തിന് ഞാൻ നിർമ്മലൻ. ഹല്ലേലൂയ. ഞാൻ നിർമ്മലൻ. ഓ ഗ്ലോറി. ഹല്ലേലൂയ. ഞാൻ ആരാണ്? അപ്പോസ്തലൻ പറയുകയാണ് നിർമ്മലൻ. ഹല്ലേലൂയ. ഒരു അശുദ്ധനായി പാപിയായി ലോക ചിന്തകൾക്കകത്ത് കിടന്ന ഒരു മനുഷ്യൻ, സ്തോത്രം, ദമസ്കോസിൽ വെച്ച് പിടിക്കപ്പെടുമ്പോൾ, കർത്താവിൻ്റെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ, കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ, തൻ്റെ സ്വയങ്ങളെ ആത്മാവ് ഉടയ്ക്കാൻ തുടങ്ങി. സ്തോത്രം. ആത്മാവ് ആഴമായി സ്പർശിക്കാൻ തുടങ്ങി, കർത്താവ് കൂടെ നടക്കാൻ തുടങ്ങി, കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. കർത്താവ് പറയുന്നിടത്ത് നിൽക്കും, പറയുന്നിടത്ത് ഇരിക്കും, പറയുന്നത് ചെയ്യും, അതുപോലെ എങ്ങനെ ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ കൃപയിൽ ജ്വലിച്ച് അപ്പോസ്തലൻ പ്രതിസന്ധികളുണ്ട്. പക്ഷെ പ്രതിസന്ധികൾ അറിഞ്ഞില്ല. കാരണം വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നുള്ള ഉറപ്പ്. നമ്മളെ വിളിച്ച ദൈവം ആരാ? വിശ്വസ്തനാ, വിശ്വസ്തനാ. കുറച്ച് നേരം കൂടെ നടന്നിട്ട് വിട്ടിട്ട് പോകുന്ന ഒരു ദൈവത്തെ അല്ല, ദൈവമല്ല നമ്മളെ വിളിച്ചത്. ആമേൻ. ഉള്ള കാലവും കർത്താവിൻ്റെ അടുക്കൽ കയറി ചെല്ലും വരെ, അതിനുശേഷവും നമ്മളെ നടത്താൻ, ഓ ജീസസ്, കരുതുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തൻ തന്നെ. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ വിളി കേട്ടിറങ്ങിയ ഒരു പൈതലിന് പേടിക്കാൻ ഒന്നുമില്ല. പ്രതികൂലങ്ങളിലൂടെ ആയിരിക്കാം യാത്ര, പ്രശ്നങ്ങളിലൂടെ ആയിരിക്കാം യാത്ര. ഒരുപക്ഷെ നിന്ദകൾ വരാം, ദൂഷികൾ വരാം, ഒറ്റപ്പെടുത്തലുകൾ വരാം. സ്തോത്രം. പലർക്കും പലതും നമ്മളെ കാണുമ്പോൾ പറയണമെന്ന് തോന്നിയെന്ന് വരാം, പറഞ്ഞെന്നും വരാം. പേടിക്കണ്ട. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പോരാട്ടമുള്ള അവരോടല്ല. നമുക്കെതിരെ പറയുന്ന ഒരുപാട് സ്തോത്ര മണ്ഡലങ്ങൾ നമ്മൾ
നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോസ്തലന്റെ ജീവിതത്തിനകത്തും അങ്ങനെ തന്നെ. പക്ഷേ ഓരോ സെക്കൻഡും ഈ ദൈവ മനുഷ്യനെ നോക്കുമ്പോൾ ഓരോ സെക്കൻഡും ആത്മാവിൽ ബലപ്പെട്ട് തന്നെ തന്നെ മരിപ്പിച്ച് സ്വയങ്ങളെല്ലാം ഉടച്ചുകൊണ്ട് ദൈവശക്തിയാൽ നിറഞ്ഞ് ഓരോ സെക്കൻഡും ആത്മാവിൽ വചനം പ്രസംഗിക്കാൻ തുടങ്ങി. നോക്കിയേ 18 അധ്യായം 5 വാക്യം വായിക്കുമ്പോൾ ശീലാസും തിമത്തിയോസും മക്കദോനിയയിൽ നിന്ന് വന്നാറേ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. ശുഷ്കാന്തി പൂണ്ട് ഓരോ ദിവസം കഴിയും തോറും ശുഷ്കാന്തി, അതാണ് ആത്മാവിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. ഓരോ ദിവസം കഴിയും തോറും ആമേൻ കൃപ വർദ്ധിക്കുകയാണ്, അഭിഷേകം വർദ്ധിക്കുകയാണ്, ശുഷ്കാന്തി വർദ്ധിക്കുകയാണ്, ദാഹം വർദ്ധിക്കുകയാണ്. ദാഹം കുറഞ്ഞെന്നല്ല, അനേകർ കർത്താവിലേക്ക് ആദ്യം വരും, അവർക്ക് ഭയങ്കര ദാഹമായിരിക്കും, വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ദാഹമായിരിക്കും. എന്നാൽ ചില ദിവസം കഴിയുമ്പോൾ അവർ തണുത്തു പോകും. എന്നാൽ ഈ മനുഷ്യൻ അങ്ങനെയല്ല. ഈ മനുഷ്യൻ ഹല്ലേലൂയ തണുത്തെന്നല്ല, അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഓരോ ദിവസവും ശക്തിക്ക് മീതെ ശക്തി ധരിച്ചുകൊണ്ടിരുന്നു, ശുഷ്കാന്തിയോടുകൂടെ മുന്നോട്ട് പോയി. നോക്കിയേ, അതിനകത്ത് എഴുതിയിരിക്കുന്നു, നോക്കിയേ, സ്തോത്രം, ഹല്ലേലൂയ. പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. യേശു തന്നെ ക്രിസ്തു, യേശു തന്നെ ക്രിസ്തു, യേശു തന്നെ ക്രിസ്തു എന്ന് സ്തോത്രം സാക്ഷീകരിച്ചു. കണ്ടോ, യേശു തന്നെ ക്രിസ്തു എന്ന് ഈ മനുഷ്യൻ കർത്താവിൻ്റെ വചനത്തെ പ്രസ്താവിക്കാൻ തുടങ്ങി. എങ്ങനെ പ്രസ്താവിച്ചു? ശുഷ്കാന്തി പൂണ്ട്. എങ്ങനെയാ പ്രസംഗിച്ചേ? കരഞ്ഞുകൊണ്ടാണോ? സ്തോത്രം, തളർന്ന അയ്യോ ചത്തേ ചതഞ്ഞെന്നാണോ? അല്ല, പിന്നെ എങ്ങനെ? ശുഷ്കാന്തിയോടെ. കാരണം എന്താ? ശുഷ്കാന്തി വരാൻ കാരണം എന്താ? ഒന്ന്, ആ മനുഷ്യനല്ല, ആ മനുഷ്യൻ യേശു നിറയാൻ തുടങ്ങി. 2, ഈ മനുഷ്യൻ ഹല്ലേലൂയ മറ്റൊന്നും അറിയാതെ ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്ത് സംസാരിക്കുമോ ഈ ലോകത്തിൻ്റെ ഒന്നും കേൾക്കാൻ നിൽക്കാതെ, ലോകത്തിൻ്റെ വാക്കുകൾ കേട്ടാൽ ഈ മനുഷ്യൻ വീണുപോകും. എന്നാൽ ദൈവ ശബ്ദം കേട്ട് ഈ മനുഷ്യൻ മുന്നോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ മനുഷ്യൻ്റെ ശബ്ദങ്ങളെല്ലാം അവിടെ സ്തോത്രം ദൂരെ കൂടെ വന്നിട്ട് അതങ്ങ് തട്ടി അങ്ങ് പോകും. ഈ മനുഷ്യൻ അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോയി. ആർക്കും അയാളെ തടഞ്ഞു വെക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ഇതിനകത്തിരിക്കുന്ന എന്നോട് നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയുന്ന മക്കളെ, നീ ആത്മാവിൻ്റെ ശക്തിയോടെ, ആത്മാവിൻ്റെ ബലത്തോടെ, ആത്മാവിൻ്റെ അധികാരത്തോടെ, ആത്മാവിൻ്റെ കൃപയോടെ, ആത്മാവിൻ്റെ അഭിഷേകത്തോടെ വേണം മുന്നോട്ട് പോകാൻ. മറ്റൊന്നും നീ നോക്കല്ലേ. വിളിച്ച ദൈവം വിശ്വസ്തൻ. വിളിച്ച ദൈവത്തെ നോക്കി പുറത്തു വരണം. വിളിച്ച ദൈവത്തെ നോക്കി പുറത്തേക്ക് വരണം. വിളിച്ച ദൈവത്തെ നോക്കി അപ്പനെ ഉയർത്തണം, അപ്പനെ മഹത്വപ്പെടുത്തണം, അപ്പൻ്റെ മഹത്വമായി മാറണം. നോക്കി, അതിനകത്ത് എഴുതിയിരിക്കുന്നു 6-ാം വാക്യം, അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യാൽ അവൻ വസ്ത്രം കുടഞ്ഞു. സ്തോത്രം, അവർ എതിർ പറഞ്ഞു അല്ലേ? സ്തോത്രം. യഹൂദന്മാരോട് ദൈവവചനം പറയുമ്പോൾ യേശു തന്നെ ക്രിസ്തു എന്ന് ശുഷ്കാന്തിയോട് അങ്ങ് വിളിച്ച് പറയുകയാണ്. മറ്റൊന്നുമില്ല, യേശു മാത്രം കർത്താവ്, നിങ്ങൾ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപം വിട്ടുതിരിയെന്ന് അപ്പോസ്തലൻ വിളിച്ചു പറയുമ്പോൾ യഹൂദന്മാർ എന്ത് ചെയ്തു? അവർക്ക് സ്തോത്രം, അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യാൽ അവൻ വസ്ത്രം കുടഞ്ഞു. വസ്ത്രത്തെ പിടിച്ച് ഒന്ന് കുടഞ്ഞിട്ട് എങ്ങനെ പറഞ്ഞു? സ്തോത്രം, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ. നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ, വേറെ ആരും അല്ല ഉത്തരവാദി. കാരണം ദൈവവചനം കേട്ടിട്ട് കീഴ്പ്പെടാൻ മനസ്സിലാ, നിങ്ങൾ തന്നെ ഉത്തരവാദി. ദൈവവചനം സത്യം കേട്ടിട്ടും സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടും യാഥാർത്ഥ്യ തിരുവചനം എന്താണെന്ന് അറിഞ്ഞിട്ടും മുട്ടുമടക്കാൻ പറ്റാത്ത നിങ്ങൾ തന്നെ ഉത്തരവാദി. അടുത്ത വരി നോക്കി, സ്തോത്രം, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ. ഞാൻ നിർമ്മലൻ. കണ്ടോ, ഹല്ലേലൂയ. യേശുപ്പച്ചൻ്റെ കൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ ഈ മനുഷ്യൻ കർത്താവിൻ്റെ ശബ്ദത്താൽ നിറഞ്ഞു, ആത്മാവിനാൽ നിറഞ്ഞു. ആ കർത്താവിൻ്റെ കൃപയാൽ, കർത്താവിൻ്റെ ശക്തിയാൽ, ആ രക്തത്താൽ ഓരോ സെക്കൻഡും കർത്താവിൻ്റെ കൃപയിൽ നിറഞ്ഞ് ഒരു നിർമ്മല മനുഷ്യനായി ജീവിച്ചു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം, നമ്മൾ എപ്പോഴും നമ്മളെ ശ്രദ്ധിക്കണം. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും, ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോഴും, കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോഴൊക്കെ ചിന്തിക്കണം, ഇതുപോലൊരു വാക്ക് പറയാൻ നമുക്ക് കഴിയുമോ? എപ്പോഴും ചിന്തിക്കണം, ഇതുപോലൊരു വാക്ക് നമുക്ക് പറയാൻ കഴിയുമോ? ഞാൻ നിർമ്മലൻ. ഹല്ലേലൂയ. ഏതൊരു സാഹചര്യങ്ങളുടെ നടുവിൽ നമുക്ക് പറയാൻ കഴിയണം, ഞാൻ നിർമ്മലൻ. പ്രതികൂലങ്ങൾ ഒരുപക്ഷെ കാണാം, പ്രശ്നങ്ങൾ ഒരുപക്ഷെ കാണാം. ഹല്ലേലൂയ. ചില കുടുംബങ്ങൾക്കകത്ത് ദുഷ്ടനായവൻ ചില പദ്ധതികൾ ഒരുക്കി കുടുംബത്തെ തകർക്കാൻ നോക്കും. ദൈവത്തിന് സ്വത്രം കള്ള കേസുകൾ, കള്ള നുണപ്രചരണങ്ങളൊക്കെ ഉണ്ടാക്കി കുടുംബത്തെ തകർക്കാൻ നോക്കും. അവർ പോലും അറിയാതെ അവരുടെ അകത്തിൽ ശത്രു ഇരുന്ന് കളിക്കുന്നതാണ്. നമ്മൾ ഇതൊന്നും കണ്ട് പതറല്ലേ. പിന്നെ എന്ത് ചെയ്യണം? മുട്ടുമടക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, നമ്മൾ അതിൻ്റെ പുറകെ പോകാതെ പിന്നെ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ മുന്നിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ച് ശക്തിക്ക് മീതെ ശക്തി ധരിച്ചുകൊണ്ട് ഓരോ സെക്കൻഡ് ആ പ്രശ്നത്തിൻ്റെ പുറകെ പോകല്ലേ, പ്രതിസന്ധിയുടെ പുറകെ പോകല്ലേ. ഹല്ലേലൂയ. നമ്മൾ പാർക്കുന്ന വീട്ടിനകത്തായിരിക്കാം, നമ്മൾ പുറത്തിറങ്ങുന്ന സ്ഥലത്തായിരിക്കാം, നമ്മൾ ജോലിക്ക് പോകുന്ന സ്ഥലത്തായിരിക്കാം, വ്യത്യസ്തമായ വിഷയങ്ങളുടെ നടുവിലായിരിക്കാം, പലരുടെയും നടുവിലായിരിക്കാം നമ്മൾ പോയി നിൽക്കുന്നത്. പക്ഷെ അവിടെയൊക്കെ നിൽക്കുമ്പോഴും എപ്പോഴും സാന്നിധ്യത്തിൻ്റെ വലയത്തിനകത്ത്, ആ കൃപയ്ക്കകത്ത്, അഭിഷേകത്തിനകത്ത്, ദൈവശക്തിക്കകത്ത് നമ്മളിൽ ദൈവം തന്ന കൃപ ചോർന്നു പോകാതെ, ഹല്ലേലൂയ. സ്തോത്രം. ശത്രുവായവൻ ചില കുടുംബങ്ങളെ തകർത്ത് കളയാൻ അവൻ കടന്നിട്ട്, സ്തോത്രം, പിശാചിൻ്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അവൻ തന്ത്രം പടഞ്ഞ് ചിലപ്പോൾ കുടുംബത്തിനകത്ത്, വീട്ടിനകത്ത്, ജീവിതത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ പ്രാർത്ഥന മുടക്കാൻ, ആരാധന മുടക്കാൻ
ദൈവമായിട്ടുള്ള ബന്ധം മുടക്കാൻ, ഉപവാസം മുടക്കാൻ, വിശ്വാസം മുടക്കാൻ, മറ്റുള്ളവരോട് വിരോധം തോന്നിക്കുന്ന വാക്കുകൾ ശത്രു സ്തോത്രം നുണപ്രചരണം ഉണ്ടാക്കും. പക്ഷേ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഹല്ലേലൂയ, ഞാനിതാ കർത്താവേ യേശുപ്പ മരിച്ചോപ്പാ, എനിക്ക് ഇതിലോട്ട് അങ്ങോട്ടില്ല, എൻ്റെ പ്രാർത്ഥന സമയമായി, ഞാനിതാ മുട്ടുമടക്കുന്നു, എനിക്ക് വേറൊന്നും പറയാനില്ല, എൻ്റെ യേശുവിനോട് പറയാനേ ഉള്ളൂ. ഇത് പറഞ്ഞു വരുമ്പോൾ ശത്രു കളിച്ച് അവൻ ഒന്നും നടക്കാൻ പറ്റാതെ അവൻ വീട് വിട്ട് നാട് വിട്ട് ഇറങ്ങി ഓടും. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിനകത്തൊരു വലിയൊരു മാറ്റം വരട്ടെ, നമ്മുടെ കുടുംബത്തിനകത്തൊരു വലിയൊരു മാറ്റം വരട്ടെ. ഹല്ലേലൂയ. പലതും കണ്ടാലും കണ്ടില്ലെന്നും കേട്ടാലും കേട്ടില്ലെന്നും കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞ് കർത്താവിൻ്റെ കൃപയിൽ നിന്ന് ശുഷ്കാന്തി കുറയാതെ, എങ്ങനെ ശുഷ്കാന്തി കുറയാതെ, കൃപ കുറയാതെ ഓരോ സെക്കൻഡും ആത്മാവിൽ ജ്വലിച്ചു വേണം പോകാൻ. പ്രശ്നങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം, പേടിക്കരുത്. വിളിച്ച ദൈവം വിശ്വസ്തൻ. ദൈവത്തിന് സ്തോത്രം. നമ്മളെ വിളിച്ച ദൈവം ആരാണ്? വിശ്വസ്തനാണ്. വാക്ക് മാറുന്നൊരു ദൈവമല്ല. അങ്ങോട്ട് താഴോട്ട് വായിച്ചു വരുമ്പോൾ കർത്താവ് നമ്മളെ വിളിച്ചിട്ടുണ്ടോ? ദൈവം നമ്മളെ വിട്ടിട്ട് പോകത്തില്ല. ഏതൊരു സാഹചര്യങ്ങളുടെ നടുവിലും എൻ്റെ ദൈവമാണോ വിളിച്ച് പുറത്തിറക്കിയത്? പേടിക്കണ്ട, പോകുന്നിടത്തെല്ലാം ആരുണ്ട്? ഹല്ലേലൂയ. പേടിക്കണ്ട, പോകുന്നിടത്തും വരുന്നിടത്തും ദൈവമാണോ നമ്മളെ വിളിച്ചത്? പേടിക്കേ ചെയ്യരുത്. ദൈവം തന്നെയാണോ വിളിച്ചത്? ഒരു രീതിയിലും പേടിക്കല്ലേ. എന്തുകൊണ്ടാണ് പേടിക്കേണ്ടതെന്ന് പറയാൻ കാരണം, അവിടെ എല്ലാം കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അവിടെ എല്ലാം കരുതുന്നൊരു ദൈവമുണ്ട്. അവിടെ എല്ലാം നടത്തുന്നൊരു ദൈവമുണ്ട്. അവിടെ എല്ലാം സഹായിക്കുന്നൊരു ദൈവമുണ്ട്. നമ്മളെ വിളിച്ചിറക്കിയിട്ട് മാറ്റി വിടുന്നൊരു ദൈവമല്ല, പിന്നെയോ വിളിച്ചിറക്കിയിട്ട് കൂടെ നടക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്വന്തം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചു അല്ലേ? ഉൽപ്പത്തി പുസ്തകം എടുത്ത് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 12-ാം അധ്യായം വായിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചു. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 12-ാം അധ്യായം വായിക്കുമ്പോൾ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനെ വിളിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനെ 12-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 12-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചു. നമ്മൾ ചിന്തിക്കും, ഹല്ലേലൂയ, 12-1 വായിക്കുമ്പോൾ യഹോവ അബ്രാഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഹല്ലേലൂയ. അബ്രാഹാമിനെ വിളിച്ചു. ആമേൻ. നീ എന്തെല്ലാം വിട്ടു പോകണം? ദൈവത്തിന് സ്തോത്രം. ദേശത്തെ വിടണം. 3 കാര്യം വിടണം. ചാർച്ചക്കാരെ വിടണം, ദേശത്തെ വിടണം, പിതൃഭവനത്തെ വിടണം. 3 കാര്യം വിടണം. ആരൊക്കെ വിടണം? സ്തോത്രം. ദേശത്തെ വിടണം, ചാർച്ചക്കാരെ വിടണം, പിതൃഭവനത്തെ വിടണം. വിട്ടിട്ട് ഞാൻ എവിടെയാണോ കാണിക്കുന്നത് അവിടേക്ക് നീ ഇറങ്ങി പുറപ്പെടണം. ദൈവത്തിന് സ്തോത്രം. ഇത് ആര് പറഞ്ഞു? അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വരിയാണ്. ഞാൻ എവിടെയാണോ ഞാൻ പറയുന്നത് അവിടെ തന്നെ നീ പുറത്തു വരണം, പുറപ്പെടണം. ഹല്ലേലൂയ. എന്നാൽ ഇതിൻ്റെ 11-ാം അധ്യായം വായിക്കുമ്പോൾ, 11-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യം വായിക്കുമ്പോൾ, സ്തോത്രം, തേരഹിൻ്റെ ആയുഷ്കാലം 205 സംവത്സരമായിരുന്നു. തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു. തേരഹ് ആരാണ്? സ്തോത്രം, അബ്രഹാമിൻ്റെ അപ്പനാണ് തേരഹ്. ഹാരാനിൽ വെച്ച് ഈ മനുഷ്യൻ മരിച്ചു എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തേരഹിൻ്റെ മകനാണ് ആര്? ഹല്ലേലൂയ. സ്തോത്രം. തേരഹിൻ്റെ മകനാണ് ആര്? അബ്രാം. ദൈവത്തിന് സ്തോത്രം. ഈ അബ്രാം ബഹുസമ്പന്നനായിരുന്നു. പേരും പ്രശസ്തിയും മിടുക്കനും എല്ലാ രീതിയിലും നല്ല നിലവാരത്തിലായിരുന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, എൻ്റെ ദൈവം വിളിച്ചപ്പോൾ പേര്, അയ്യോ ആൾക്കാരെന്ത് പറയും ചിന്തിച്ചില്ല. നാട്ടുകാരെന്ത് പറയും ചിന്തിച്ചില്ല. വീട്ടുകാരെന്ത് പറയും ചിന്തിച്ചില്ല. അയൽക്കാരെന്ത് പറയും, നാണക്കേടല്ലേ. അയ്യോ എനിക്കൊരു പേരുണ്ട്, എനിക്കൊരു വിലയുണ്ട്, എൻ്റെ കുടുംബത്തിനൊരു മഹിമയുണ്ട്, എൻ്റെ കുടുംബത്തിനൊരു വിലയും നിലയും ഉണ്ട് എന്ന് അബ്രഹാം ചിന്തിച്ചില്ല. അബ്രഹാമിന് അറിയാം, എൻ്റെ വില ക്രിസ്തുവാണ്, എൻ്റെ എല്ലാം ക്രിസ്തുവാണ്. ദൈവത്തെക്കാൾ വലിയ വിലപിടിപ്പുള്ള ഒന്നും എനിക്കില്ല. ഈ വെളിപ്പാട് പ്രാപിച്ച അബ്രഹാം തൻ്റെ മുൻപിലുള്ള പേരും പ്രശസ്തികളെല്ലാം വെടിഞ്ഞ് അബ്രഹാം ചാടി ഇറങ്ങി. ഹല്ലേലൂയ. വിലപിടിപ്പുള്ളവനാണ് ആര്? പേരുള്ളവനാണ്, പ്രശസ്തിയുള്ളവനാണ്. അയാളുടെ ദേശം അങ്ങനത്തെ ദേശമാണ്. അയാൾ താമസിച്ചിരുന്നത് ഹാരാൻ. സ്തോത്രം. അയാൾ താമസിച്ചിരുന്ന ദേശം അങ്ങനെയാണ്. എന്നാൽ ആ ദേശത്തെ വിട്ട്, ചാർച്ചക്കാരെ വിട്ട്, പിതൃഭവനത്തെ വിട്ട് എൻ്റെ ദൈവം പറഞ്ഞ ദേശത്തേക്ക് സ്തോത്രം പോകാൻ പറഞ്ഞു അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാമിനെ കർത്താവ് വിളിച്ചു. ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 11:26 ആദ്യം ഈ അബ്രഹാമിനെ കുറിച്ച് കാണുന്നത്. 11-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കും, തേരഹിന് 70 വയസ്സായപ്പോൾ അവൻ അബ്രഹാം, ദൈവത്തിന് സ്തോത്രം, കണ്ടോ, നാഹോർ, ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. അവിടെയാണ് ആദ്യം അബ്രഹാമിനെ കാണുന്നത്. 12-ാം അധ്യായത്തിലല്ല, പിന്നെയോ 11-ാം അധ്യായത്തിൽ തന്നെ ദൈവത്തിന് സ്തോത്രം. 11-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യത്തിൽ തന്നെ നമ്മളിപ്പോൾ വായിച്ച് കേട്ടു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അബ്രാം ആരാണെന്ന് നമ്മൾ വായിച്ച് കേട്ടു. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, അബ്രാമിനെ വിളിച്ചു വേർതിരിച്ചു. ദൈവം പുറത്തിറങ്ങാൻ പറഞ്ഞു. ദൈവം പറഞ്ഞതുപോലെ അബ്രാമിനെ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകാൻ ദൈവം പുറത്തിറക്കി. നമുക്ക് വായിക്കാമോ? 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. എന്തെന്നാൽ നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട്
പുറപ്പെട്ട് അപ്പോ ഈ ഇത് എവിടെ വെച്ചെന്നാ പറഞ്ഞത്? ഹാരാനിൽ. പക്ഷേ ഈ ഹാരാനിൽ വെച്ച് മാത്രമല്ല അപ്പോസ്തല, അതാണ് ഞാൻ പറഞ്ഞു, എപ്പോഴും പറയുന്നൊരു വരിയുണ്ട്, നമ്മൾ പഴയ നിയമത്തിനേക്കാളും പുതിയ നിയമം ധ്യാനിച്ചിട്ട് പഴയ നിയമത്തിലോട്ട് വന്നാൽ കുറേയും കൂടെ കാര്യം എവിടെ ഉണ്ട്? പുതിയ നിയമത്തിനകത്ത് ഉണ്ട്. അവിടെ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കുറേ കാര്യം എവിടെ മനസ്സിലാക്കാം? പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെ കുറിച്ച് മനസ്സിലാക്കാം. നമ്മൾ ഇവിടെ ധ്യാനിക്കുന്നത് ഹാരാനിൽ, നോക്കി, ഹാരാനിൽ വെച്ച് ഇവിടെ ഹാരാനിൽ വെച്ചല്ലേ കർത്താവ് അബ്രഹാമിനോട് അരുളി ചെയ്യുന്നതല്ലേ നമ്മൾ വിചാരിക്കുക? അല്ല, അതിന് മുമ്പ് അരുളി ചെയ്തു. എവിടെ വെച്ചാണ്? അതാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 7-ാം അധ്യായം 1-2 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരായ പുരുഷന്മാരെ കേൾപ്പിൻ, നമ്മുടെ പിതാവായ അബ്രഹാം കണ്ടോ, ഹാരാനിൽ നിന്ന് വന്ന് പാർക്ക് മുൻപേ കണ്ടോ, അയാൾ എവിടെയായിരുന്നു? ഇവിടെ വെച്ചല്ല ദൈവം ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ കണ്ടോ, തേജോമയനായ ദൈവം അവന് ഇവിടെ വച്ചല്ല ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. പിന്നെ എവിടെയാ തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ടത്? മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവൻ്റെ അടുക്കൽ പ്രത്യക്ഷപ്പെടും. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതങ്ങളെ, നമ്മൾ വെറുതെ അല്ല ഈ ആലയത്തിനകത്ത് വന്നിരിക്കുന്നത്. കാരണം എന്തെന്നറിയാമോ? നമുക്കൊരു വിളി കിടക്കുന്നു, ഒരു തെരഞ്ഞെടുപ്പ് കിടക്കുന്നു. വെറുതെ അല്ല. കോടികൾ ഈ ഭൂമിയിലുണ്ട്, കോടികൾ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. അവ ഇവിടെ നടുവിൽ നമ്മളെ അപ്പച്ചൻ കണ്ടതുകൊണ്ടല്ലേ നമുക്ക് ഈ ആലയത്തിൽ വന്നിരുന്ന് സത്യവചനം കേൾക്കാനും ആരാധിക്കാനും പറ്റുന്നത്. കോടിക്കണക്കിന് ജനങ്ങൾ ഉള്ളവരുടെ നടുവിലല്ലേ കർത്താവ് നമ്മളെ വിളിച്ചത്. സ്വോത്രം. ഏതുമല്ലാത്ത നമ്മളെ കർത്താവ് കണ്ടില്ലേ? എന്തിനു വേണ്ടി ആ രക്തം കൊണ്ട് കഴുകി നമ്മെ കർത്താവിൻ്റെ രാജ്യത്തിൽ കർത്താവ് ഇരിക്കുന്നിടത്ത് ഇരുത്തുവാൻ എൻ്റെ ദൈവം കണ്ടില്ല. ആ സ്നേഹം നമ്മൾ ഒരിക്കലും മറക്കല്ല. അബ്രഹാമിൻ്റെ കാലത്തും അന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു. എന്നാൽ അബ്രഹാമിനെ എൻ്റെ ദൈവം, തേജോമയനായ ദൈവം എവിടെ വെച്ച് പ്രത്യക്ഷപ്പെട്ടെന്നാണ് പറഞ്ഞത്? മെസൊപ്പൊത്താമിയയിൽ, ഹാരാനിൽ വെച്ച് പ്രത്യക്ഷപ്പെടും മുമ്പേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ന്റെ 1-2 വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, മെസൊപ്പൊത്താമിയയിൽ വെച്ച് സ്തോത്രം തേജോമയനായ ദൈവം സ്തോത്രം പ്രത്യക്ഷനായി. ഹല്ലേലൂയ. 3 കാര്യം പറഞ്ഞു ഈ തേജോമയനായ ദൈവം. ദൈവത്തിൻ്റെ സ്തോത്രം. 3 കാര്യം പറഞ്ഞു. 11-ാം അധ്യായം 31-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. 11-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ 3 കാര്യം വിടാൻ പറഞ്ഞു. ഒന്ന് എന്തൊക്കെയാണ്? സ്തോത്രം. ദേശം വിടാൻ പറഞ്ഞു അല്ലേ? ചാർച്ചക്കാരെ വിടാൻ പറഞ്ഞു അല്ലേ? പിതൃഭവനത്തെ വിട്ട് ഞാൻ കാണിപ്പാണ്ടിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞു. 3 കാര്യം വിടാൻ പറഞ്ഞു. എന്നാൽ ദൈവത്തിന് സ്തോത്രം. 31-ാം വാക്യം വായിച്ചേ. ആരെയാ വിളിച്ച് വേർതിരിച്ചത്? അബ്രഹാമിനെയാണ് ദൈവം വിളിച്ചത്. ദൈവം വിളിച്ച ആരാണ്? അബ്രഹാമിനെയാണ് ദൈവം വിളിച്ചത്. ആരെയാ വിളിച്ചേ? ആരുടെ മുമ്പിലാണ് തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ടത്? അബ്രഹാമിന്റെ മുൻപിൽ. സ്തോത്രം. ഇനി 2-ാമത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിനകത്ത് ദൈവം ഇറങ്ങി വന്ന് അബ്രഹാമിനെ ആരെയാണ് വിളിച്ച് പുറത്തിറക്കി 3 കാര്യം പറഞ്ഞത്? ദൈവം വിളിച്ച് പുറത്തിറക്കി 3 കാര്യം പറഞ്ഞ ആരോടാണ്? അബ്രഹാമിനോടാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വേദപുസ്തകം ധ്യാനിക്കുമ്പോൾ അതിൻ്റെ 11-ാം അധ്യായം 31-ാം വാക്യം വായിച്ചേ. 11-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം വായിച്ചേ. തേരക് തൻ്റെ മകനായ അബ്രഹാമിനെയും ഹാരാന്റെ മകനായ തൻ്റെ പൗത്രൻ ലോത്തിനെയും തൻ്റെ മകനായ അബ്രഹാമിൻ്റെ ഭാര്യയായി മരുമകളായ സാറായിയെയും എൻ്റെ ദൈവം ആദ്യം ദൈവം പ്രത്യക്ഷപ്പെട്ടത് 12-ാം അധ്യായത്തിലല്ല അബ്രഹാം കണ്ടത്. പിന്നെ അബ്രഹാം കണ്ടത് 12-ലല്ല, പിന്നെ മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ. ഹല്ലേലൂയ. തേജോമയനായ ദൈവത്തെ ആര് കണ്ടു? സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് തേജോമയനായ ദൈവം ഇറങ്ങി വന്ന് എന്താ പറഞ്ഞു? ഒന്നുകൂടെ വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ വേദപുസ്തകത്തിനകത്ത് പറയുന്നു. വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം പ്രത്യക്ഷനായി. ആർക്ക് പ്രത്യക്ഷനായി? അബ്രഹാമിന് പ്രത്യക്ഷനായി. നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന
ദേശത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. മതി. ഹല്ലേലൂയ. അപ്പം മെസ്സപ്പൊത്തേമിൽ ഇരുന്നപ്പോൾ തന്നെ എൻ്റെ ദൈവം ആദ്യം പ്രത്യക്ഷപ്പെട്ടു. വീണ്ടും 12 ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകം 12 അധ്യായത്തിലേക്ക് വരുമ്പോൾ 3 കൂട്ടരെ വിട്ടിട്ട് വരാൻ പറഞ്ഞു. ആരെയാണ് ദൈവം വിളിച്ച് വേർതിരിച്ചത്? സ്വർഗത്തിലെ ആരെയാണ് വിളിച്ച് വേർതിരിച്ചത്? ആരെയാണ് വിളിച്ച് വേർതിരിച്ചത്? അബ്രാമിനെയാണ് വിളിച്ച് വേർതിരിച്ചത്. പക്ഷേ സ്തോത്രം, ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 11 അധ്യായം 31 വാക്യം വായിക്കുമ്പോൾ പുറപ്പെടാൻ മുന്നൊരുക്കം ഒരുങ്ങിയത് ആര്? അബ്രാം അല്ല, പിന്നെ ആര്? നോക്കിയേ 31 വാക്യം വായിച്ചേ. തേരഹ് തന്റെ മകനായ അബ്രഹാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായി 3 കാര്യം ദൈവം പറഞ്ഞാണ് ഇറക്കി. ഏതൊക്കെ? ആരെയൊക്കെ കൊണ്ടുപോവാ? എന്തൊക്കെ ചെയ്യണം? നീ എന്തൊക്കെ വിടണം? ദേശം വിടണം, പിതൃഭവനം വിടണം, ചാർച്ചക്കാരെ വിടണം. 2 കൂട്ടം അബ്രഹാം അനുസരിച്ചുള്ളൂ, ഒന്നനുസരിച്ചില്ല. ഏതനുസരിക്കത്തെ? 2 കാര്യം അനുസരിച്ചു. ഏതൊക്കെ? ദേശം വിട്ടു, പിതൃഭവനം വിട്ടു, മറ്റത് വിട്ടില്ല. 31 വാക്യം വായിച്ചേ. 31 വാക്യം. തേരഹ് തന്റെ മകനായ അബ്രാമിന്റെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രാമിന്റെ ഭാര്യയായി മരുമകളായ സാറായെയും കൂട്ടി കൽദയരുടെ പട്ടണമായ. ആരാണ് മുൻകൈ എടുത്ത്? ഇപ്പോ അബ്രാമിനല്ലേ വിളിച്ചത്? ഇപ്പൊ മുൻകൈ എടുത്ത് ഇറങ്ങുന്നേര്? വിളിയില്ലാത്ത തേരൊക്കെ ചാടി. കണ്ടോ? സ്വതന്ത്രം. വിളിയുള്ളവർക്ക് ഇറങ്ങാൻ പറ്റൂ. ഇവിടെ ചാടി ഇറങ്ങിയതാരാ? തേരകിനെ അല്ല ദൈവം വിളിച്ചതാരാ? അബ്രാമിനെ. കണ്ടോ? സ്വത്രം. ചാടി ഒരുങ്ങി പുറപ്പെടാൻ തിരിച്ചതാരാ? തേരക. ഒന്നുകൂടെ വായിച്ചേ 31, മറക്കരുത്. തേരഹ് തന്റെ മകനായ അബ്രാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രാമിന്റെ ഭാര്യയായി മരുമകളായ സാറായെയും കൂട്ടി കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. നോക്കിക്കേ, സ്തോത്രം. അവിടെ തേരകാണ് മുൻകൈ എടുത്തത്. പിന്നെ ഇങ്ങോട്ട് 12 അധ്യായം വായിച്ചു വരുമ്പോൾ 2 കൂട്ടരെ വിട്ടു. ഏതൊക്കെ? 3 കാര്യം പറഞ്ഞു. പിതൃഭവനം വിട്ടു, പിന്നെ ദേശം വിട്ടു. ചാർച്ചക്കാർ കൂടെ പോയി. ലോത്ത് കൂടെ പോയില്ലേ? ഹല്ലേലൂയ. ലോത്ത് ചാർച്ചക്കാരല്ലേ? പക്ഷെ ചാർച്ചക്കാരെ കൊണ്ടുപോകേണ്ടതല്ലേ പറഞ്ഞ? ചാർച്ചക്കാരെല്ലാം വിട്ടിട്ട് പോകാനല്ലേ പറഞ്ഞു? പക്ഷേ ചാർച്ചയും കൂടെ അങ്ങ് പോയി. കണ്ടോ? അപ്പം 2 കാര്യം ഈ മനുഷ്യൻ അനുസരിച്ചു. എന്നാൽ ദൈവം കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, ദേശത്ത് എന്ത് വന്നു? ക്ഷാമം വന്നു. ദേശത്ത് എന്ത് വന്നു? ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവും. ദേശത്ത് എന്ത് വന്നു? കർത്താവ് വിളിച്ചിറക്കി. വിളിച്ച ദൈവം വിശ്വസ്തൻ തന്നെയാണ്. അബ്രാമിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ച ദൈവം വഴി വിടുന്ന ദൈവമല്ല. ദൈവം വിളിച്ചു വേർതിരിച്ചു. സ്തോത്രം. 3 കാര്യം പറഞ്ഞു. 2 കാര്യം അനുസരിച്ചു. സ്തോത്രം. ഏതൊക്കെ? 1 അനുസരിച്ചില്ല. എങ്കിലും ദൈവം ആ മനുഷ്യൻ്റെ കൂടെ ഇരിക്കുകയായിരുന്നു. ദൈവം കൂടെ പോയി. എന്നാൽ ഒരു സ്തോത്രം, ഈ മനുഷ്യൻ കുറച്ച് ദിവസം കർത്താവിനോട് കൂടെ ശുഷ്കാന്തിയോടെ സഞ്ചരിച്ചു. ഭയങ്കര സ്തോത്രം ശക്തിയോടെ ആ ദൈവ ശബ്ദം കേട്ട് കർത്താവിനോട് സഞ്ചരിച്ചു. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യം എത്തിയപ്പോൾ ദേശത്ത് ക്ഷാമം വന്നു. ഇതുപോലെയാണ് കുടുംബങ്ങൾക്കകത്ത് പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അനേകർ തളർന്നു പോകാറുണ്ട്. ഈ മനുഷ്യൻ്റെ ജീവിതത്തിനകത്തും ക്ഷാമം വന്നു, പ്രശ്നം വന്നു. ആരുടെ ജീവിതത്തിൽ? അബ്രാമിൻ്റെ ജീവിതത്തിൽ. ക്ഷാമം വന്നപ്പോൾ അബ്രാം എങ്ങോട്ട് പോയി? മിസ്രൈമിലേക്ക് പോയി. ദൈവത്തിന് സ്തോത്രം. അബ്രാം എങ്ങോട്ട് പോയി? മിസ്രൈമിലേക്ക് പോയി. ദൈവത്തിന് ഇഷ്ടമല്ല മിസ്രൈമിലേക്ക് പോകുന്ന. ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്തിന് സ്തോത്രം. അബ്രാം മിസ്രൈമിലേക്ക് പോയി. ദൈവത്തിന് ഇഷ്ടമല്ല മിസ്രൈമിലേക്ക് അബ്രാം പോകുന്നത്. ദൈവത്തിന് ഇഷ്ടമല്ല. മിസ്രൈമിലേക്ക് പോകുന്നത് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. എന്നാൽ അബ്രാം പോയതിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. എന്താ പ്രശ്നം ഉണ്ടായേ? ആ മര്യാദയ്ക്ക് ഇവിടെ ആയിരുന്നെങ്കിൽ ഹാഗറിനെ കാണത്തില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹാഗറിനെ കിട്ടിയത് എവിടെ വെച്ചാ? മിസ്രൈമിൽ വെച്ചാൽ ഹാഗറിനെ കിട്ടിയത്. സ്തോത്രം. എന്നാൽ ഇവിടെ താമസിച്ചെങ്കിൽ ഹാഗറിനെ കാണാൻ പറ്റത്തില്ല. ഹാഗറിലൊരു കുഞ്ഞു കിട്ടിയത് എങ്ങനെയാ? അവിടെ പോയതുകൊണ്ടല്ലേ ഹാഗറിലൂടെ ഒരു കുഞ്ഞു കിട്ടിയത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മിസ്രൈമിലേക്ക് പോകുന്ന ആർക്ക് ഇഷ്ടമല്ലായിരുന്നു? കിട്ടിയ കുഞ്ഞോ ദൈവം പറഞ്ഞു കാട്ടുകഴുതയെ പോലെ എന്ന് അവനെ പറ്റി എഴുതിയിരിക്കുകയാണ്. അവനെക്കുറിച്ച് സഹോദരന്മാർക്ക് എതിരെ പാർക്കുമെന്നാണ് സ്തോത്രം ദൈവം പറഞ്ഞത്. ആരെക്കുറിച്ച്? ഹാഗറിലുള്ള കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മിസ്രൈമിലേക്ക് പോകാതെ അബ്രഹാം ഇരുന്നിരുന്നുവെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ഈ വിപത്ത് വരത്തില്ലായിരുന്നു, ഈ പ്രശ്നം വരത്തില്ലായിരുന്നു. നമ്മളെ വിളിച്ച് ദൈവം ഇറക്കുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ വഴിവിട്ട് പോകരുത്. പ്രശ്നം വരും, പ്രതിസന്ധി വരും, പ്രതികൂലം വരും. ഇതുണ്ട്. ഇതെല്ലാ ജീവിതത്തിനകത്തും എല്ലാ വ്യക്തികളുടെ കുടുംബത്തിനകത്തും പ്രശ്നം വരും. പക്ഷെ വഴി വിട്ടു പോയാൽ നമ്മൾ പാവത്തിലേക്ക് പോകും, പ്രതീക്ഷിക്കാത്തിടത്തേക്ക് പോകും. അബ്രഹാമിൻ്റെ കാലത്ത് ക്ഷാമം വന്നതുപോലെ ഇസഹാക്കിൻ്റെ കാലത്ത് ക്ഷാമം വന്നു. അബ്രഹാമിൻ്റെ കാലത്ത് ക്ഷാമം വന്നു. എന്താ സംഭവിച്ചത്? അബ്രഹാമിൻ്റെ കാലത്ത് ക്ഷാമം വന്നപ്പോൾ അബ്രഹാം എന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. വേറെ ഒന്നുമല്ല അബ്രഹാം ചെയ്തത് ദൈവത്തിന് സ്തോത്രം. മിസ്രൈമിലേക്ക് എവിടെ കിട്ടും ഭക്ഷണം നോക്കി കിട്ടുന്നിടത്തേക്ക് അങ്ങ് പോയി. എന്നാൽ
ഇസഹാക്ക് അങ്ങനെയല്ല. ഇസഹാക്കിന്റെ കാലത്ത് ക്ഷാമം വന്നു. ഇസഹാക്ക് ദൈവത്തിന്റെ മുമ്പ് മുട്ട് മടക്കിയിട്ട് പറഞ്ഞു, അപ്പാ ഞാൻ എന്ത് ചെയ്യണം? ഉണ്ടോ? ഇസഹാക്കിന് ക്ഷാമം വന്നു, പ്രശ്നം വന്നു, പ്രതിസന്ധി വന്നു. വീട്ടിനകത്ത് ഉണ്ടോ? ഓരോ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കണം. കർത്താവ് ഓരോ വിഷയങ്ങളും നിങ്ങളുടെ വീട്ടുകാരോട് പറയുന്നതിനേക്കാൾ മുമ്പേ ജീസസ് രഹസ്യ കാര്യങ്ങൾ പോലും നിങ്ങളുടെ മുറിക്കകത്ത് കയറണം. അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ മുട്ട് മടക്കി പറയണം, കർത്താവേ ഇന്നതാണ് കാര്യം, എൻ്റെ കുടുംബത്തിനകത്തുള്ള കാര്യം ഇന്നതാണ്, എൻ്റെ ഇന്ന വിഷയമാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എൻ്റെ മുൻപിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം? ആത്മാവെ അങ്ങ് ഉപദേശിക്കണമേ, എനിക്ക് കാണിച്ചതാ അപ്പച്ച, എനിക്ക് പറഞ്ഞതാ, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞതാ. ഓ ജീസസ് നിങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട്. നിങ്ങൾ പറയണം, ചോദിക്കണം, കർത്താവ് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇവിടെ എന്ത് ചെയ്യണം? ഞാൻ ഭാരപ്പെട്ട് നിൽക്കുന്നു, ഇത്രയും പ്രതിസന്ധി എൻ്റെ മുമ്പിൽ കിടക്കുന്നു, ഇത്രയും പ്രതികൂലം എൻ്റെ മുൻപിൽ കിടക്കുന്നു, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലപ്പാ, ഇവിടെ എന്ത് ചെയ്യണം എന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ ദൈവം നമുക്ക് അന്നല്ലെങ്കിൽ പിറ്റെന്ന് ചിലപ്പോൾ ആ സ്പോട്ട് ടൈമിൽ ദൈവം മറുപടി തരും. എന്നാൽ അപ്പം കിട്ടിയില്ലെന്ന് പറഞ്ഞ് മാറിപ്പോകല്, അപ്പം കിട്ടിയില്ലെന്ന് പറഞ്ഞ് മാറിപ്പോകല്. വീണ്ടും വിളിക്കണം, അപ്പാ എനിക്ക് അങ്ങോട്ട് ആലോചന തരാതെ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കല്ലേ. ദൈവത്തിന് ഹിതമല്ലാത്ത ഞാൻ അപ്പനായിട്ടാണ് ഇറങ്ങിയത്, അപ്പൻ്റെ ആലോചന പ്രകാരം എനിക്ക് നടക്കണം, അപ്പൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് നടക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ദൈവം ഭാഗം പ്രാർത്ഥിക്കായിരിക്കും, മറുപടി കിട്ടുമെന്ന് ഒരു 2 മിനിറ്റ് പ്രാർത്ഥിച്ച് നോക്കും, എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. എന്നിട്ട് നമ്മളെ ജഡത്തിനെ ആശ്രയിക്കും. ജഡം ഭയങ്കര ശക്തി ഇവിടെ പറയും, നീ ഇന്നത് ചെയ്യുന്നേ, വേറെ ഒന്നും തിരിഞ്ഞ് നോക്കാനില്ല, ഈ പ്രാർത്ഥിക്കുന്ന സമയം നീ ചാടി എഴുന്നേറ്റ് ചെയ്യുമെന്ന് പറയും കേട്ടോ. ജഡത്തെ അനുസരിച്ച് നമ്മൾ ചാടി കയറി അങ്ങ് ചെയ്യും, ദൈവത്തിന് ഇഷ്ടം കാണത്തില്ല. നോക്കിയേ, അബ്രാം അങ്ങനെയായിരുന്നു. അബ്രാം ചാടി ഇറങ്ങി അങ്ങ് പോയി. എന്നാൽ ഇസഹാക്ക് അബ്രാമിൻ്റെ മകൻ ചാടി ഇറങ്ങില്ല. ദൈവത്തിൻ്റെ പാദപ്പെടുത്തി ഇന്ന് ചോദിച്ചു, അപ്പോൾ ദേശത്ത് ക്ഷാമമാണ്, ഞാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. മിസ്രൈമിൽ പോയ നിമിത്തം ഹാഗറിനെ കിട്ടിയത് മാത്രമല്ല, പിന്നെ എന്തോന്നാ? ഹല്ലേലൂയ. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, നീ എൻ്റെ സഹോദരി എന്ന് വേണം അവിടെ പറയാം, അല്ലെങ്കിൽ എൻ്റെ ജീവൻ പോക്ക. ഭാര്യയോട് പറയണം, നീ ആരെന്ന് പറയണം? സഹോദരി എന്ന് വേണം പറയാൻ. ദൈവത്തിന് സ്വത്രം. അപ്പോൾ എന്തെല്ലാം കുഴപ്പമുണ്ടാക്കി നോക്കിയേ, സഹോദരി എന്ന് വേണം പറയാൻ. അവിടെ പ്രശ്നങ്ങളുണ്ടായി. ഈ പ്രശ്നങ്ങളൊക്കെ വന്ന് എന്തുകൊണ്ടാണ്? ദൈവ ശബ്ദം കേട്ട് ദൈവഹിതപ്രകാരം പോകാതെ വരുമ്പോൾ പ്രശ്നങ്ങളിലേക്ക് കലാശിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? പിറുപിറുക്കും, അയ്യോ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? വേറെ ഒന്നും കൊണ്ടല്ല, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നമ്മൾ കേട്ടുപോയിരുന്നെങ്കിൽ അവിടെ എല്ലാം നമുക്ക് പരാജയം വരത്തില്ലായിരുന്നു, വിജയം വരുമായിരുന്നു. പക്ഷെ നമ്മൾ എടുത്തു ചാടിയപ്പോൾ അവിടെ എല്ലാം പരാജയം വന്നു. ദൈവത്തിന് സ്തോത്രം. അബ്രാമിൻ്റെ ജീവിതത്തിനകത്ത് ഹാഗാറുണ്ടായി, ഹാഗാറിലൂടെ ഒരു കുഞ്ഞുണ്ടായി, ഇസ്മായേൽ ഉണ്ടായി. തീർന്നില്ല. കാരണം എന്താ? മിസ്രൈമിലേക്ക് പോയതുകൊണ്ടാണ്. തീർന്നില്ല. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല അവിടെ എന്തുണ്ടായി? ആ ഭാര്യയോട് പറഞ്ഞു, നീ എൻ്റെ സഹോദരി എന്ന് പറഞ്ഞാൽ മതി. അവിടെ ചെന്ന് അവ കള്ളത്തനമായി, അവിടെയും വിഷയങ്ങളായി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇത്രയും ഉണ്ടാകാൻ കാരണം ഒരു ക്ഷാമം നമ്മുടെ ജീവിതത്തിനകത്ത് ചില സന്ദർഭങ്ങൾ പ്രതിസന്ധി വരും, പ്രതികൂലം വരും. അവിടെ നമ്മളെ ദൈവം പരീക്ഷിക്കും. അവിടെ ദൈവം നമ്മളെ നോക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കും. നമ്മൾ മുട്ടുമടക്കി ദൈവത്തോട് ചോദിക്കണം. ഇസഹാക്കിൻ്റെ കാലത്ത് ഇതുപോലൊരു ക്ഷാമം വന്നപ്പോൾ ഇസഹാക്ക് അബ്രഹാമിനെ പോലെ എടുത്തിയാടിയില്ല, മുട്ടുമടക്കിയിട്ട് ചോദിച്ചു, അപ്പാ ഞാൻ എന്ത് ചെയ്യണം? ദൈവം പറഞ്ഞു, മോനെ ഈ ക്ഷാമഭൂമിയിൽ നീ വിതച്ചോ, നീ പോവല്ലേ. ആമേൻ. മിസ്രൈമിലേക്ക് നീ പോകരുത്. ഇസഹാക്കിനോട് നീ പറഞ്ഞു, നിന്റെ അപ്പൻ പോയ ചൂട് ഇതുവരെ തീർന്നിട്ടില്ല. നിന്റെ അപ്പൻ പോയതിൻ്റെ ചൂട് ഇതുവരെ തീർന്നിട്ടില്ല. നീ എന്ത് ചെയ്യല്ലേ? മിസ്രൈമിലേക്ക് പോകരുത്. ഇവൻ അതുപോലെ ദൈവഭാഗത്ത് തമ്പടിച്ച് മുട്ടുമടക്കിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ദേശത്ത് കുഴപ്പമില്ല, ക്ഷാമമല്ലേ, ഈ കഠിന ക്ഷാമത്തിനകത്ത് നീ എന്ത് ചെയ്യണം എന്നറിയാമോ? വിത്തെടുത്ത് അങ്ങ് വിതയ്ക്കണം. ദൈവം പറഞ്ഞത് കേട്ട് ഇസഹാക്ക് വിത്തെടുത്ത് അങ്ങ് വിതച്ചു. ആ ആണ്ടിൽ ആ ക്ഷാമകാലത്ത് എത്ര വേനി 100 മേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. 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 കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. 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 ഹല്ലേലൂയ.
പ്രശ്നങ്ങൾ വരുമ്പോൾ, ഞെരുക്കങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും കർത്താവ് എങ്ങോട്ട് പോകട്ടെന്ന്. ആ സമയത്ത് എടുത്തൊരു ചാട്ടം ചാടും. കഴിഞ്ഞ ദിവസം ഇന്നലെയല്ല മിനിഞ്ഞാന്ന് എൻ്റെ മോൻ ഇങ്ങനെ രാത്രി 12 മണിയൊക്കെ കഴിയും. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ ഇങ്ങനെയാണ് കാര്യം ഇങ്ങനെ. അവൻ പറഞ്ഞപ്പോൾ ഞാൻ സ്വത്രം പവർഫുള്ളായിട്ടിരുന്ന ആളാണ്. ഞാൻ ആ സമയം വരെ കസേരയിൽ പവറായിട്ടിരിക്കുകയാണ്. ആ ഒരു വരി വന്ന് പറഞ്ഞ് ഞാൻ ഡസ്പായി, മൊത്തത്തിൽ 0 ഒക്കെ കാലം താഴെയായി. സ്വത്രം ഞാൻ ഒരു സെക്കൻഡ് സ്വത്രമില്ല, ശ്രുതിയില്ല, അന്യഭാഷ ഒന്നും വരുന്നില്ല, അകത്തൊന്നും വരുന്നില്ല, പുറത്ത് വരുന്നില്ല, ഒന്നും തീയായിട്ട് നിന്നടുത്താണ് വന്ന് സംസാരിക്കാൻ തുടങ്ങി. 2 വാക്കേ സംസാരിച്ചോളൂ. ഞാൻ തല തൊട്ട് കാലുവരെ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ആകെപ്പാടെ അങ്ങ് ഇങ്ങനെയായി. അത് കഴിഞ്ഞ് അടുത്ത സെക്കൻഡിൽ ഹല്ലേലൂയ ആത്മാവ് എന്നോട് ആലോചന തന്നു. ഞാൻ ചാടി എഴുന്നേറ്റ് പോയി പറഞ്ഞു, തട്ടി ഉണർത്തി. കുറച്ച് കഴിഞ്ഞു, ഉറങ്ങി കാണുമായിരിക്കും, പക്ഷെ ഞാൻ തട്ടി മക്കളെ എന്ന് വിളിച്ച് ഉണർത്തി കർത്താവിൻ്റെ ആലോചന ഇങ്ങനെയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മൾ പെട്ടെന്ന് പതറിപ്പോകും, എന്ത് ചെയ്യണം തോന്നും. അതിൻ്റെ ബാക്കി ഇന്നലെ ഞാൻ പറഞ്ഞു കൊടുത്തു കുറേ കാര്യം. ഞാൻ പറയട്ടെ, എന്ത് ചെയ്യണം കർത്താവേ, എങ്ങോട്ട് പോകണം, പതറും. അബ്രഹാം എടുത്തിയാടി, അവൻ്റെ ജീവിതത്തിനകത്ത് എടുത്തിയാടി, എന്തെല്ലാം നഷ്ടങ്ങൾ വന്നു. മാത്രമല്ല അബ്രഹാം എടുത്തിയാടി ബഹുസമ്പത്തുള്ളവനായി മാറി. ഇവിടെ പോയപ്പോൾ മിസ്രൈമിൽ ഭയങ്കര സമ്പത്ത് നല്ലതല്ലേ? മിസ്രൈമിലെ സമ്പത്ത് നമുക്ക് വേണ്ട. സമ്പത്ത് കൂടി അടിയുണ്ടാവും. സമ്പത്ത് വേണം. സമ്പത്ത് കൂടി എന്തുണ്ടാകും? അതുവരെ അബ്രാം, ഞാൻ പറഞ്ഞുതരാം, വചനത്തിനകത്തുണ്ട്. സ്തോത്രം. സമ്പത്ത് നമുക്ക് വേണ്ടെന്നല്ല, വേണം. അവിടെ ചെന്നപ്പോൾ സമ്പത്ത് കൂടുതൽ കിട്ടി. വളരെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ഭാര്യയായ സാറ, സ്തോത്രം, ഭർത്താവായ അബ്രാമിനോട് പറഞ്ഞ് നമുക്കിവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ജീവിക്കാം. ദൈവത്തിന് സ്തോത്രം. നീ നമുക്ക് മക്കളില്ലല്ലോ, നീ കുഞ്ഞുങ്ങളെ അവൻ നോക്കിയപ്പോൾ അവിടെ ഭയങ്കര ദർശനങ്ങൾ വെളിപ്പാടുമൊക്കെ ദൈവം കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ എങ്കിലും മക്കളില്ലല്ലോ, അതുകൊണ്ട് ഹാഗാർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നമുക്ക് സോറി സാറ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, സ്തോത്രം, ഹാഗാറിൻ്റെ അടുക്കൽ പോ. കണ്ടോ, ദേശം വിട്ട് മാറിയപ്പോൾ അവളുടെ ജീവിതം മാറി. അവിടെ നിന്നാണ് ഹാഗാറിൻ്റെ അടുക്കൽ അബ്രാം പോയത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മാത്രമല്ല അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ദൈവത്തിൻ്റെ വചനപ്രകാരമല്ല, അഡ്ജസ്റ്റ്മെൻറ്റിൽ അബ്രഹാം ജീവിച്ചു ബഹുസമ്പത്തുള്ളവനായി മാറി. സമ്പത്തോടെ തിരിച്ചു വന്നു എന്നാ. സമ്പത്തോടെ വന്നപ്പോൾ എന്താ സംഭവിച്ചേ? സമ്പത്തോടെ തിരിച്ചു വന്ന് എന്താ സംഭവിച്ചേ? സ്തോത്രം, അടിയുണ്ടായി. ആരൊക്കെ അടിയുണ്ടായി? സമ്പത്ത് കിട്ടി, സമ്പത്തോടെ തിരിച്ചു വന്ന് എന്തുണ്ടായി? അതുവരെ ലോത്തും കുടുംബവും പിന്നെ അബ്രാമും കുടുംബവും ഒക്കെ വളരെ സന്തോഷത്തോടെ ഇരുന്നു. ഇപ്പൊ സമ്പത്തോടെ തിരിച്ചു വന്നപ്പോൾ എന്താ സംഭവിച്ചേ? ഈ ഇടയന്മാർ തമ്മിൽ എന്തുണ്ടായി? അടിയുണ്ടായി, പിണക്കമുണ്ടായി. ഇടയന്മാർ തമ്മിൽ പിണക്കമുണ്ടായി. അതുപോലെ ഹാപ്പി ആയിട്ട് ജീവിച്ച കുടുംബമാണ്. പക്ഷെ ഇപ്പൊ സമ്പത്ത് കൂടി, ഇപ്പൊ ഇടയന്മാർ തമ്മിൽ അടിയുണ്ടായി. അപ്പോൾ അബ്രാം പറഞ്ഞു, നീ എന്ത് ചെയ്യണം? അബ്രാം പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നിനക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ പറഞ്ഞു. അബ്രാം പറഞ്ഞപ്പോൾ ഉടനെ ലോത്തിന്റെ കണ്ണ് അങ്ങോട്ട് നനവുള്ളിടത്തോട്ട് പോയി. ലോത്തിന്റെ കണ്ണ് അങ്ങോട്ട് പോയി. നനവുള്ള ഇത് ആരുടെ കണ്ണാണ്? ഇത് ആരുടെ കണ്ണാണ്? ഉൽപ്പത്തി പുസ്തകം 3:6. ആ കണ്ണാണ് വല്യമ്മച്ചിയുടെ കണ്ണ്. വല്യമ്മയുടെ കണ്ണ് ആർക്ക് കിട്ടി? അമ്മച്ചിയുടെ കണ്ണ് ആർക്ക് കിട്ടി? ഇവിടെ കിട്ടി. വായിച്ചേ, 3:6 വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 3:6 വാക്യം വായിച്ചേ. ആ വൃക്ഷഫലം തിന്മ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു. ആ കണ്ണ് ആരുടെ മേൽ വന്നു? ലോത്തിന്റെ മേൽ വന്നു. അവസരം കിട്ടിയപ്പോ ആ കണ്ണ് ഫിറ്റ് ചെയ്ത് ലോത്ത് നീരോട്ടമുള്ള സ്ഥലം എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. എവിടെ തിരഞ്ഞെടുത്തു? നീരോട്ടമുള്ള സ്ഥലം ലോത്ത്. വായിച്ചേ, സ്തോത്രം, ഉൽപ്പത്തി പുസ്തകം 13:6 വായിച്ചേ. 13:6 വായിച്ചേ. അവർ ഒന്നിച്ചു പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാ. കണ്ടോ, അത്രക്ക് സമ്പത്തുള്ളവരായിട്ടാണ് മിസ്രൈം എന്ന് വന്നത്. അടുത്ത സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല. അബ്രാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ 13 ആദ്യം വായിക്കുമ്പോൾ മനസ്സിലാകും അവരവിടെ നിന്ന് തിരിച്ചു വരികയാണ്. ഇങ്ങനെ അബ്രാം ഭാര്യ അവന് ഉള്ളതൊക്കെ അവനോട് കൂടെ ലോത്തും ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്നു. അതുവരെ അവർ ഒരുമിച്ചായിരുന്നു. പുറത്തു വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് എല്ലാം കൂടെ വർദ്ധിച്ചു. ബഹു സമ്പത്തുള്ളവരായി മാറി. അന്ന് വരെയുള്ള സന്തോഷം അവിടെ കൂടിയാലും കുഴപ്പമാണ്. സന്തോഷമുള്ള സന്തോഷവും ഉള്ള സമാധാനവും ഉള്ള സ്വസ്ഥതയും പോകും. ഇതിവിടെ എല്ലാം കൂടെ കൂടിയപ്പോൾ ഇടയന്മാർ തമ്മിൽ ഉടക്കായപ്പോൾ അബ്രാം എന്ന് പറഞ്ഞു,
നിനക്ക് ഏത് വേണം, ഇഷ്ടപ്പെട്ടത് എന്ത് ചെയ്യണം പറഞ്ഞു, തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. വളരെ ഉള്ളതുകൊണ്ട് 7 മുതൽ വായിച്ചേ. അബ്രാമിന് കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും വായിച്ചേ 13:7. അബ്രഹാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. കനാന്യരും ഫെരിസ്യരും അന്ന് ദേശത്ത് പാർത്തിരുന്നു. അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട്, എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ, ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ, എന്നെ വിട്ട് പിരിഞ്ഞാലും നീ ഇടത്തോട്ട് എങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം. പിരിയാന്ന് പറഞ്ഞു. കണ്ടോ, ബന്ധപ്പെട്ട് ഒരുമിച്ചിരുന്നവരിപ്പോ പിരിയാൻ തുടങ്ങി. എന്താ കാര്യം? സമ്പത്ത് കൂടി ഇങ്ങനെയൊക്കെ പിരിയാന്ന് പറഞ്ഞു. മര്യാദയ്ക്ക് ഇരുന്നതൊക്കെ അടുത്ത വരി. നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അടുത്ത വരി. അപ്പോൾ ലോത്ത് നോക്കി, യോർദാൻ അരികെയുള്ള ലോത്തിന്റെ കണ്ണ്, അന്ന് അവിടെ വന്ന കണ്ണ് ഇപ്പൊ ഇവിടെ ആക്ക് വന്നു, കൊച്ചുമോന് വന്നു. കൊച്ചുമോ ആ കണ്ണെടുത്ത് വെച്ചങ്ങ് നോക്കിയപ്പോ എന്ത് കണ്ടു? നീരോട്ടമുള്ള സ്ഥലം മുഴുവൻ കണ്ടു. വായിച്ചേ. യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെ നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സൊദോമിനെയും ഗൊമോറയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും. നോക്കിയേ, അബ്രാം വളരെ വിഷമത്തോടെയാണ് ഇത് പറഞ്ഞത്. അബ്രാം വിചാരിച്ചില്ല, ലോത്ത് കൂടെ നിൽക്കുകയല്ലേ, ഇത്രയും കാലം കൂടെ ഒരു കുടുംബത്തിൽ അംഗം പോലെ ജീവിച്ചവരാണ് ആര്? അബ്രാം, ലോത്തും കുടുംബം എല്ലാം ഒരുമിച്ച് താമസിച്ചവരാണ്. പക്ഷേ അബ്രാം ഇങ്ങനെ പറഞ്ഞു, നീ എങ്ങോട്ട് വേണോ പൊയ്ക്കോ. പക്ഷേ അബ്രാമിൻ്റെ മനസ്സിൽ കൊണ്ട് ഇത് പറഞ്ഞെങ്കിൽ അബ്രാമിൻ്റെ മനസ്സിനകത്ത് ലോത്ത് എന്തായാലും ഇങ്ങനെ പറയുള്ളൂ. എങ്ങനെ പറയും? എന്നെ അല്ലല്ലോ ദൈവം വിളിച്ചത്, നിന്നെ അല്ലേ ദൈവം വിളിച്ചേ. ആദ്യം നിന്റെ ഇഷ്ടത്തിനുള്ള വസ്തു തിരഞ്ഞെടുത്താൽ മതി, അത് കഴിഞ്ഞ് നിനക്ക് വേണ്ടാത്ത ഞാൻ എടുത്തുകൊള്ളാം എന്ന് പറയുമെന്ന് ഒരുപക്ഷെ ആര് വിചാരിച്ച് കാണും? തൊട്ട് താഴോട്ട് വായിക്കാൻ മനസ്സിലാവും. വിഷമം സഹിക്കാൻ വയ്യ. ഈ അബ്രാം പറയും ചെയ്ത് ലോത്ത് ചാടിക്കയറി കണ്ണ് ആ സ്പോട്ടിൽ തക്കം പാർത്തിരുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞ താമസം ഒറ്റ ചാടത്തില് ഏത് കണ്ണെടുത്തു? ആ കണ്ണെടുത്ത് അങ്ങോട്ട് നീരോട്ടുള്ള സ്ഥലം കണ്ടു. താഴോട്ട് വായിച്ചേ. സോവർ വരെ മിസ്രൈം ദേശം പോലെയും ആയിരുന്നു. ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രാം കനാൻ ദേശത്ത് പാർത്തു, ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു. സൊദോം വരെ കൂടാരം നീക്കി അടിച്ചു. സൊദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാപാപികളുമായിരുന്നു. ലോത്ത് അബ്രാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി പറഞ്ഞു തീരുമ്പോ എന്ത് സംഭവിച്ചു? അബ്രാം പറഞ്ഞു, മറ്റവൻ ലോകത്ത് തിരഞ്ഞെടുക്കുകയും ചെയ്തു. അബ്രാമിൻ്റെ തല താഴ്ന്നു. ദൈവമേ, ഇവൻ ഇത്രയും പറ്റിക്കുമെന്ന് ഞാൻ ഒരിക്കലും ഈ ലോകത്ത് തക്കം പാർത്ത് പറഞ്ഞു തീരുമ്പോൾ ഇവൻ നല്ല സ്ഥലം തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പറഞ്ഞേണ്ട താമസം ചാടിക്കയറി ഇവൻ നീരോട്ടമുള്ള എല്ലാം എടുത്ത് തല കമത്തി തളർന്നിരിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്നു അവൻ്റെ അടുത്ത്. ഹല്ലേലൂയ. തല കമഴ്ത്തിയിരുന്നവൻ്റെ അടുക്കൽ. കാരണം അവനൊരു ദുഃഖമുണ്ട്, കണ്ടോ, അവന് വേദന ഉണ്ട്. കണ്ടോ, ദൈവം പറഞ്ഞത് കേട്ട് പോയിരുന്നെങ്കിൽ അബ്രാമിനെ ദൈവം കരുതുമായിരുന്നു. ഇന്ന് ഞാനും നിങ്ങളും ദൈവം വിളിച്ച് ഇറക്കിയവരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവം പറയുന്നത് കേട്ട് പോയാൽ സഹോദരനെ സഹോദരിയെ ഒന്നിനെ കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. അതത് സമയത്ത് തരേണ്ടത് ദൈവം തരാൻ വിശ്വസ്തനാണ്. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, കരുതാൻ വിശ്വസ്തനാണ്, കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ദൈവവചനപ്രകാരം ആ കർത്താവിൻ്റെ മുന്നിൽ മുട്ടുമടക്കി ചോദിക്കണം, അപ്പാ ഞാൻ എന്ത് ചെയ്യുന്നു, എടുത്തിയാടുകയില്ല. ഏത് പ്രതികൂലങ്ങൾ വരുമ്പോഴും ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും കർത്താവിനോട് ചോദിക്കണം, അപ്പച്ചാ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എങ്ങോട്ട് പോകണം, ഞാൻ എന്താണ് ഇതിൻ്റെ മുൻപിൽ, എന്താണ് പരിഹാര മാർഗം? അപ്പച്ചാ അതിന് മറുപടി തന്നിരിക്കും. ആമേൻ. നമുക്കതിനുള്ള ആലോചന തന്നിരിക്കും. ദൈവം കൈവിടുന്നവനല്ല, ദൈവം വിശ്വസ്തനത്രേ, വാക്ക് മാറാത്ത ദൈവം അത്രേ. അടുത്ത് കർത്താവ് പറഞ്ഞു, വായിച്ച വാക്യം ഒന്നുകൂടെ വായിച്ച, ഇപ്പൊ വായിച്ച വരി തുടങ്ങിയേ. ലോത്ത് അബ്രാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന്. അപ്പൊ അതുവരെ അവൻ എങ്ങനെ ഇരുന്നേ? ദുഃഖ ഇരിപ്പ് പറ്റിപ്പോയി. ഉണ്ടോ? അക്കടിയായിട്ട് ഇരുന്നു. അടുത്ത വരി. വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്ക്. നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്ക് നിന്റെ സന്തതിക്ക് ശാശ്വതമായി തരും. അടുത്ത, ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും. അടുത്ത, ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ
കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണാം. നീ പുറപ്പെട്ട് കേട്ടോ, തല കുനിച്ചിരുന്നു. കാരണം പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. ആമൻ താൻ വിചാരിച്ചില്ല ഇതുപോലെ ലോകത്ത് ഇങ്ങനെ തിരഞ്ഞെടുക്കുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ ദൈവം ഇറങ്ങി ആലോചന കൊടുത്തു. അടുത്ത വാക്യം വായിച്ചേ. അടുത്ത് എന്താ സംഭവിച്ചത്? 17 വാക്യം. നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക, ഞാൻ അത് നിനക്ക് തരും. അടുത്ത അപ്പോൾ അബ്രാം കൂടാരം നീക്കി. അപ്പോ അബ്രാം കൂടാരം നീക്കി ഹെബ്രോൻ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു. ഹെബ്രോൻ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു. അടുത്ത വരി. യഹോവയ്ക്ക് ഒരു അവൻ യാഗപീഠം പണിതു. ശക്തിക്ക് മീതെ ശക്തി ധരിച്ച് ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കാൻ തുടങ്ങി. ലോത്തുണ്ടല്ലോ ബഹു സമ്പത്തുള്ളവനായി. എവിടെ കണ്ടെടുത്തത്? സോദോമും ഗൊമോറയും. ഹല്ലേലൂയ. അബ്രഹാം പാർത്ത ദേശത്തുണ്ടല്ലോ, ഹല്ലേലൂയ, അവൻ ആരാധന തുടങ്ങി, അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അവൻ ദൈവമുമ്പാകെ വീണ് കർത്താവെ മഹത്വപ്പെടുത്താൻ തുടങ്ങി, അവൻ ദൈവത്തോട് പറ്റി നടക്കാൻ തുടങ്ങി. ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കി. അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് ഓരോ ഘട്ടത്തിനകത്ത് പ്രതിസന്ധി വന്നു വീണുപോയി. പക്ഷെ എങ്കിലും പിന്നത്തേതിൽ നമ്മൾ നോക്കുമ്പോൾ അവൻ കൂടാരം അടിച്ചു, കൂടാരം മാറ്റിയടിച്ചു. മാത്രമല്ല അവൻ യാഗപീഠം പണിതു, ദൈവത്തെ ആരാധിച്ചു. ശക്തിയേറിയ ഒരു ദൈവത്തിന്റെ പ്രാർത്ഥന, ദൈവത്തോടുള്ള ബന്ധം അവന്റെ ജീവിതത്തിനകത്ത് വർദ്ധിച്ചു. എന്നാൽ ലോത്ത് നോക്കിയേ, ലോത്ത് എവിടെ എത്തിയെന്നറിയാമോ? 14 അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 12 വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. വായിച്ചേ 12 വാക്യം. അബ്രഹാമിന്റെ സഹോദരന്റെ മകനായി സൊദോമിൽ പാർക്കുന്ന ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി. എല്ലാം വലിച്ചോണ്ട് പോയി. കണ്ടോ? ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അവൻ നീക്കി സോവാർ വരെ എത്തി. സ്തോത്രം. ഹല്ലേലൂയ. സോതേമിലെത്തി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നോക്കിയേ, അബ്രാം ഹെബ്രോനിൽ മമ്രയുടെ തോമ്പിൽ വന്ന് പാർത്തപ്പോൾ മറ്റവരത്തെ എഴുതി മകനായി സോതേമിൽ പാർത്തു. ലോത്ത് സമ്പത്ത് കൂടി അങ്ങോട്ട് അടിച്ച് സ്തോത്രം എവിടം വരെ എത്തി? അപ്പോഴുണ്ട് ഇവന്റെ സകലത അടിച്ചുകൊണ്ട് പോയി ആൾക്കാർ. മാത്രമല്ല ഈ സോദോം ഗൊമോറ പട്ടണമാണ് നാശത്തിന് ഇരയായത്. കണ്ടോ? ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ദൈവ ആലോചന കേട്ട് മുന്നോട്ട് പോയി ദൈവം നമ്മൾ എന്ത് ചെയ്യും? നടത്തും. ദൈവം കരുതും. അബ്രാം ദൈവത്തിന്റെ ആലോചന ചോദിക്കാതെ എടുത്തിയാടി പ്രശ്നങ്ങളുണ്ടായി. എന്നാൽ സ്തോത്രം ഇസഹാക്ക് ആ ആണ്ടിൽ 100 മേനി വിതച്ചു. വിത്ത് വിതച്ചു. 100 മേനി ആ ആണ്ടിൽ കിട്ടി. പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അബ്രാമിനെ പോലെ ഇസഹാക്ക് എടുത്തു ചാടിയില്ല. ഇസഹാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഇന്ന് ഇതിനകത്ത് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിനകത്തും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകാം. എന്നാൽ പ്രതികൂലങ്ങൾ കണ്ടു പേടിക്കരുത്, പ്രശ്നങ്ങൾ കണ്ടു പേടിക്കരുത്. പ്രതികൂലം വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ എടുത്തു ചാടരുത്. എടുത്തു ചാടിയാൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ സമ്പത്ത് കിട്ടിയെന്ന് വരും, പേരും പ്രശസ്തിയും കിട്ടിയെന്ന് വരും, പണമൊക്കെ കിട്ടിയെന്ന് വരും. പക്ഷെ ദൈവത്തിന് പ്രസാദം കാണൂല. പേരും പ്രശസ്തിയൊക്കെ കിട്ടിയെന്ന് വരും. അബ്രാമിന് കിട്ടിയില്ലേ? കിട്ടി. പക്ഷേ സ്തോത്രം ഹാഗറിന്റെ ജീവിതത്തിന് ഹാഗർ കിട്ടാൻ കാരണം, ഇസ്മായിൽ കിട്ടാൻ കാരണം, സ്തോത്രം മാത്രമല്ല ആ കുടുംബത്തിനകത്തൊരു കലക്കം ഉണ്ടാകാൻ കാരണം ദൈവത്തിന് സ്തോത്രം ദൈവാലോചന ചോദിക്കാത്തതാ. എന്നാൽ ഇസഹാക്ക് അങ്ങനെയല്ല. ഇസഹാക്ക് ദൈവത്തിന്റെ ആലോചന ചോദിച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവുണ്ടായി. അവനെ ദൈവം കരുതി. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ, എന്നെ നിങ്ങളെ വിളിച്ച അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് പോവുകയാണ്. എന്നെ നിങ്ങളെ വിളിച്ചിറക്കിയത് സർവ്വശക്തനാകുന്ന ദൈവമാണെങ്കിൽ ദൈവം കരുതുവാൻ വിശ്വസ്തനാണ്, നടത്തുവാൻ വിശ്വസ്തനാണ്, അന്ത്യം വരെയും കരുതി നടത്തുവാൻ വിശ്വസ്തനാണ്. അതേ ദൈവം അബ്രഹാമിനെ വിളിച്ചത് അതേ ദൈവം ഇതാ സ്തോത്രം പത്രോസിനെയും പൗലോസ് അപ്പോസ്തലനെയും വിളിച്ച് വേർതിരിച്ചു. ഓരോ ദിവസവും ഓരോ സ്ഥലത്തും ശക്തിയേറിയ ശുശ്രൂഷകൾ തന്നിലൂടെ വെളിപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. ഒരു പാവിയായിരുന്ന മനുഷ്യൻ, ക്രിസ്തുവില്ലാതെ ജീവിച്ച ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ ഓരോ സെക്കൻഡ് ദൈവാലോചന പ്രകാരം ജീവിച്ചു, ദൈവത്തിന്റെ ശബ്ദം കേട്ട് ജീവിച്ചു, ദൈവത്തിന്റെ വചന പ്രകാരം ജീവിച്ചു. എന്നാൽ ഒരു കൂട്ടം പേർ ദൈവത്തിന്റെ വചനത്തെ തള്ളിക്കളഞ്ഞു. ഇവിടെ ഇത് എഴുതിയിരിക്കുന്ന സ്തോത്രം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18 അധ്യായം അതിന്റെ 6 വാക്യം ഒന്നുകൂടെ വായിച്ചങ്ങോട്ട് പോയിക്കേ. 6 വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 18 6 വാക്യം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18 അധ്യായം അതിന്റെ 6 വാക്യം. അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യുകയാൽ വസ്ത്രം കുടഞ്ഞു. നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ. ഞാൻ നിർമ്മലൻ. ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകും എന്ന് അവരോട് പറഞ്ഞു. ഇനിമേൽ ഞാൻ നിങ്ങളുടെ അടുക്കലല്ല നിൽക്കുന്നത്, ജാതികളുടെ അടുക്കൽ പോകും. അടുത്തവരി. അവൻ അവിടം വിട്ട് തീത്തോസ് അപ്പോസ്തലൻ പറയണം, ഞാൻ നിർമ്മലൻ. ഹല്ലേലൂയ. ഈ ഒരു വരി പറയാൻ നമുക്ക് കാണണം.
പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ശത്രു നമ്മുടെ ചുറ്റും വന്ന് ഒരു പക്ഷേ നിൽക്കും. എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കും, ഇങ്ങനെ നമ്മളങ്ങ് തളർന്നിരിക്കും. ആ സമയമാകുമ്പോൾ ഏതൊക്കെയോ ലോകത്തിൽ സഞ്ചരിച്ചതുപോലെ ഒരു മിനിറ്റ് അങ്ങ് പോകുമ്പോൾ ഉടൻ നമ്മൾ ചിന്തിക്കാനുള്ളത് നമ്മൾ നിർമ്മലനാണോ എന്നങ്ങ് ചിന്തിച്ചാൽ മാത്രം മതി. പിശാച് ഇറങ്ങി ഓടും. നിങ്ങൾക്ക് മനസ്സിലായോ? ചില പ്രതിസന്ധി നമ്മളെ മൂടുമ്പോൾ, ചില പ്രശ്നം വരുമ്പോൾ ദൈവത്തിന് സ്വന്തം നമ്മൾ മൊത്തത്തിൽ മനസ്സങ്ങ് പെട്ടെന്ന് സങ്കടം വരുമ്പോൾ സ്വത്രം ശത്രു അടുത്ത് നിന്ന് പറയും, നീ ഇന്നത് ചെയ്തില്ലേ അതുകൊണ്ടാണ്, ഇന്നത് ചെയ്തില്ലേ അതുകൊണ്ടാണ്. അപ്പം സ്വത്രം നമ്മൾ ടക്കനെ നമ്മുടെ ഹൃദയം തകരും. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ ഇങ്ങനെ നോക്കണം, എൻ്റെ ജീവിതത്തിനകത്ത് തെറ്റ് വന്നോ പാപം വന്നോ എന്ന് ചിന്തിക്കണം. ചിന്തിക്കുമ്പോൾ വന്നില്ലെങ്കിൽ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കണം. കാരണം അവിടെ വന്ന് പറഞ്ഞത് ആരാ? കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല, എൻ്റെ കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. എൻ മനം തകർന്നിടുമ്പോൾ സാന്ത്വന വചനമേകി നൽസഖിയായി ചാരയുള്ള കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല, എൻ്റെ കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല, എൻ്റെ കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല, എൻ്റെ കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. ഹല്ലേലൂയ. അവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ഈ സുവിശേഷം പറഞ്ഞത് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഞാൻ നിർമ്മലനാണ്. കാരണം നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കർത്താവ് എന്നെ അയച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. കർത്താവ് പറഞ്ഞു വിട്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അവിടെ നിങ്ങൾ ഈ വചനം കൈക്കൊണ്ടില്ല. അയാളും ചിന്തിച്ചു, സെക്കൻഡ് കൊണ്ട് ചിന്തിച്ചു. അയാൾ വന്നത് കർത്താവിൻ്റെ ആലോചന പ്രകാരം, മനുഷ്യൻ്റെ ആലോചന പ്രകാരമല്ല. അപ്പോൾ പ്രതികൂലങ്ങളും പ്രശ്നങ്ങൾ വന്നപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ നിർമ്മലൻ. കാരണം അയാൾ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ പരിശോധിച്ചു നോക്കിയപ്പോൾ തന്നിൽ അവിടെ പാവമൊന്നും ഇല്ല. അയാൾ അതിനെ വസ്ത്രത്തെ കുടഞ്ഞിട്ട് ഞാൻ നിർമ്മലൻ. ഒന്നുകൂടെ വായിച്ചവരെ, ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകും എന്ന് അവരോട് പറഞ്ഞു. അവൻ അവിടെ വിട്ട് തീത്തോസ് യുസ്തോസ് എന്ന ഒരു ദൈവഭക്തന്റെ വീട്ടിൽ വായിച്ചേ ചെന്നു. അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. പള്ളി പ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. അടുത്ത് കൊരിന്തിരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ചു. ഒരു കൂട്ടം പേർ തള്ളിക്കളയുമ്പോൾ മറുകൂട്ടം പേർ എൻ്റെ അപ്പനെ വിശ്വസിക്കുകയാണ്, എൻ്റെ അപ്പനെ ആരാധിക്കുകയാണ്. ഒന്നിനെ കുറിച്ചും പതറിപ്പോകരുത്, ഒന്നിനെ കുറിച്ചും വീണ് പോകരുത്. ഒരു കൂട്ടം പേർ ദൈവവചനത്തെ തള്ളി പറയുമ്പോൾ മറുവശത്ത് ദൈവവചനത്തെ ഹല്ലേലൂയ കേട്ടനുസരിക്കുകയാണ്, മുട്ടുമടക്കുകയാണ്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ, ഒന്ന് ഞാൻ പറഞ്ഞത്, കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് അന്ത്യം വരെ നടത്തുവാൻ മതിയായവനാണ്. 2, കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധി വരും. നമ്മൾ എന്ത് ചെയ്യില്ലേ? പ്രശ്നം വരുമ്പോൾ എടുത്തു ചാടരുത്. രണ്ടാമത്തെ കാര്യം, എടുത്തു ചാടരുത്. ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് മുട്ടുമടക്കി ഇരുന്ന് ചോദിക്കണം, കർത്താവേ അങ്ങനെ വിളിച്ചിറക്കിയാണ് ഞാൻ സഞ്ചരിച്ചത്, പക്ഷെ ഞാൻ എന്ത് ചെയ്യണപ്പാ? ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ഞാൻ എങ്ങനെ സംസാരിക്കണം? ഇവിടെ ഞാൻ എങ്ങനെ നിന്നാൽ, എങ്ങനെ സംസാരിച്ചാൽ, എങ്ങനെ ഇടപെട്ടാൽ, എങ്ങനെ മുന്നോട്ട് പോയാൽ ഇവിടെ എനിക്ക് ജയജീവിതം നയിക്കാൻ കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്ന് രണ്ടാമത് ഹല്ലേലൂയ അങ്ങനെ നമ്മൾ ചിന്തിക്കണം, പറയണം. ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കണം. ദൈവത്തോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം. നമ്മുടെ കാര്യങ്ങളെല്ലാം ഏത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ട്. ഏത് കാര്യം ഉണ്ടെങ്കിലും ഒരാൾ ചിലപ്പോൾ നിങ്ങൾ റോഡിൽ പോയപ്പോൾ ഒരു വഴക്ക് പറഞ്ഞു, അതെങ്കിലും സ്വത്രം നിങ്ങളുടെ മനസ്സിനകത്ത് കിടക്കുന്നെങ്കിൽ ദൈവത്തോട് പറയാനുണ്ട്, കർത്താവ് ഇങ്ങനെ വഴക്ക് പറഞ്ഞു, അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിനകത്ത് വേദന വന്നു, എനിക്ക് അങ്ങനെ വേദന ഒന്നും വരണ്ട കർത്താവേ, എന്നിനങ്ങ് നിറയണം. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു വേദന പോലും നമ്മുടെ അകത്ത് കിടക്കരുത്. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ പോകുന്ന വഴിക്ക്, വരുന്ന വഴിക്ക്, വീട്ടിനകത്ത്, പുറത്ത്, ബന്ധുക്കളുടെ തമ്മിൽ ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ എവിടെ കൂടെയെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയിട്ട് ചോദിക്കണം, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? അപ്പം ഇതാണ് പ്രശ്നം. ഇത് കൊടുത്തു കഴിയുമ്പോഴുണ്ടല്ലോ ഭയങ്കര ഒരു ആശ്വാസം നമുക്ക് വരും. ധൈര്യം വരും. അടുത്ത് ദൈവം ചെയ്യേണ്ട ദൈവം നമുക്ക് ചെയ്യും. തളരല്ലേ? ദൈവമാണ് വിളിച്ചിറക്കിയത്, ദൈവമാണ് നമ്മൾ നടത്തുന്നത്, ദൈവമാണ് കൂടെ ഇരിക്കുന്നത്, ദൈവമാണ് കരുതുന്നത്. തളരല്ലേ? ഇവിടെ അപ്പോസ്തലൻ തളർന്നില്ല. അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ നിർമ്മലൻ. തളർന്നില്ല. അയാൾ അവിടെ നിന്ന് വസ്ത്രം കുടഞ്ഞിട്ട് മറ്റൊരു അടുത്ത് പോയി അവിടെ ദൈവവചനം പ്രസംഗിച്ചു. അവിടെ ഒരു കൂട്ടം പേർ യേശുവിനെ കണ്ടുമുട്ടി. ഹല്ലേലൂയ. ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകും എന്ന് അവരോട് പറഞ്ഞു. അവൻ അവിടെ വിട്ട് തീത്തോസ് കണ്ടോ മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ജനം ദൈവവചനം കൈക്കൊണ്ടു. അടുത്ത വാക്യം വായിച്ചേ. രാത്രിയിൽ കർത്താവ് നോക്കേ, കർത്താവിന്റെ വചനപ്രകാരം സഞ്ചരിച്ചാൽ രാത്രിയിലും പകലിലും അപ്പനെ ഇറങ്ങേണ്ട സമയത്ത് നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴും നിങ്ങൾക്ക് എത്ര വിശ്വാസമുണ്ട്? ഇറങ്ങും, അടുത്ത് വരും. ഹല്ലേലൂയ. പ്രതികൂലമായിരിക്കും, പ്രശ്നമായിരിക്കും, ഞാൻ പറയാം, അടുത്ത് വന്നിരിക്കും. കരങ്ങളടിച്ചൊന്ന് സ്തുതിച്ചേ. മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും, മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും, ചേറ്റിൽ നിന്നെന്നെ നീ
വീണ്ടെടുത്തതിനാൽ ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസിൻ നാളെല്ലാം സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും നന്ദിയോടടി വണങ്ങും കുഞ്ഞാട്ടിൻ തീരു രക്തത്താ ഞാൻ ശുദ്ധനായി തീർന്നു തൻ ചങ്കിലെ ശുദ്ധരക്തത്താ ഞാൻ ജയം പാടിയിടൂ മഹത്തോ രക്ഷക സ്തുതി നിനക്കെന്നു മഹത്തോ രക്ഷക സ്തുതി നിനക്കെന്നു ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കൂ അങ്ങേ ഞാൻ ആയുസി നാളല്ല സ്തുതിക്കൂ അങ്ങേ ഞാൻ ആയുസി നാളല്ല നന്ദിയോടടി വണങ്ങും നന്ദിയോടടി വണങ്ങും നന്ദിയോടടി വണങ്ങും നന്ദിയോടടി വണങ്ങും ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പച്ചനാണോ വിളിച്ചിറക്കിയത്? പേടിക്കല്ലേ, ഒരിടത്തും പേടിക്കല്ലേ. അപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. അപ്പച്ച എന്ത് ചെയ്യണം? അപ്പച്ചനോട് പ്രാർത്ഥിക്കുമ്പോൾ അപ്പച്ച രാത്രിയാകട്ടെ പകലാകട്ടെ നട്ടുച്ചയ്ക്കാകട്ടെ ആകട്ടെ പ്രശ്നത്തിന് നടുവിൽ ഇരിക്കുമ്പോൾ എൻ്റെ അപ്പൻ അടുത്തിറങ്ങി വന്ന് നിന്ന് നമ്മളോട് സംസാരിച്ചിരിക്കും. ഇന്ന് ഇതിനകത്ത് എത്ര പേർക്ക് അതറിയാമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് എത്ര അനുഭവം സഹോദരങ്ങളെ. അപ്പച്ച അടുത്ത് വന്ന് നിന്ന് പറയും, മക്കളെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നീ പേടിക്കണ്ട, നീ ഭയപ്പെടണ്ട, നീ പതറണ്ട. എന്താ കാര്യം? നമ്മൾ അപ്പനോട് സംസാരിക്കാൻ ഇരിക്കണം. ഇരുന്ന അപ്പൻ നമ്മുടെ അടുത്ത് ഇറങ്ങി വരും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. അബ്രാഹാമിനെ പോലെ എടുത്തു ചാടിയില്ല ആര്? ഇസഹാക്ക്. ദൈവം ഇറങ്ങി ഇസഹാക്കിനെ അനുഗ്രഹിച്ചു, ഇല്ലേ? ഹല്ലേലൂയ. അതുപോലെ അബ്രാഹാമിനെ പോലെ എടുത്തു ചാടിയില്ല പ്രശ്നം വന്നപ്പോൾ ആര്? സ്തോത്രം. ആര്? അപ്പോസ്തലനാകുന്ന പൗലോസ് അപ്പോസ്തലൻ, ആ ശ്രേഷ്ഠ മനുഷ്യൻ, ആ ദൈവപുത്രൻ എടുത്തു ചാടിയില്ല. ആ ദൈവ മനുഷ്യൻ ദൈവത്തോട് പറ്റി നടന്നു, ദൈവത്തോട് കൂടെ നടന്നു. ഒരിടത്തില്ലെങ്കിൽ മറ്റൊരിടത്ത് അപ്പന്റെ ശബ്ദം കേട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അപ്പൻ രാത്രിയുടെ യാമത്തിൽ എൻ്റെ അപ്പൻ ആ മനുഷ്യന്റെ അടുക്കൽ കർത്താവിന്റെ വചനപ്രകാരം നടന്നവന്റെ അടുക്കൽ അപ്പന്റെ വിളി കേട്ട് ഇറങ്ങി അവന്റെ കൂടെ എൻ്റെ അപ്പൻ അടുത്ത് ഇറങ്ങി സംസാരിക്കാൻ തുടങ്ങി. അപ്പന്റെ ശബ്ദം അയാൾ കേട്ടു. നീ രാത്രിക്കുന്ന മകനെ മകളെ, നീ വ്യത്യസ്തമായ ഭാരം നിനക്കൊണ്ടായിരിക്കാം, പ്രശ്നം നിനക്കൊണ്ടായിരിക്കാം. പക്ഷേ എല്ലാം നീ തുറന്ന് ദൈവത്തോട് പറയുമെങ്കിൽ, പറയുക മാത്രമല്ല, നമ്മൾ ഒരുപാട് നേരത്തെ ദൈവദാസനിലൂടെ കേട്ടു, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഉറപ്പിച്ചവരാണ്. പക്ഷെ അതെല്ലാം നമ്മളെ വിട്ടു പോയെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് മടങ്ങി വരാൻ. ശരിയാണപ്പാ, അന്ന് എനിക്ക് ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു, അന്ന് എനിക്ക് ആ ഒരു ആനന്ദം എനിക്ക് ഉണ്ടായിരുന്നു, അന്ന് എനിക്ക് ആ ഒരു കർത്താവ് കൃപ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിന്ന് അത് നഷ്ടപ്പെട്ടു പോയി. എനിക്ക് അതുപോലെ ആയിത്തീരണം. കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിൻ്റെ കൂടെ നടക്കണം. ഞാനിത് വിട്ട് മടങ്ങി വരുന്നു. സ്തോത്രം. അബ്രാം എടുത്തു ചാടിയില്ലേ? അതുപോലെ ഇന്ന് ഇതിനകത്ത് നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ ഇഷ്ടപ്രകാരം എടുത്തു ചാടിയെങ്കിൽ അവിടെ വിട്ട് തിരിച്ച് എവിടെ വരണം? എവിടെ വരണം? ആദ്യം നിന്ന് അപ്പൻ്റെ പാത പിടിച്ച് വന്ന് കിടക്കണം. വന്ന് കിടന്നിട്ട് പറയണം, കർത്താവേ എൻ്റെ ജഡം കൊണ്ട് കുറേയൊക്കെ ചിന്തിച്ച് ഞാൻ എടുത്തു ചാടി, ഇത് അപ്പൻ്റെ അടുക്കൽ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാ കാര്യവും എൻ്റെ അപ്പനോട് സംസാരിക്കാൻ തുടങ്ങപ്പോൾ അപ്പൻ അടുത്തിറങ്ങി. അടുത്ത വരിക വായിച്ചേ. എന്തോന്നാ സംസാരിച്ച് നോക്കിയേ. അടുത്തിറങ്ങി വായിച്ചേ. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, നീ ഭയപ്പെടരുത്, നീ ഭയപ്പെടരുത്, പ്രസംഗിക്കുക. അടുത്ത വരി, മിണ്ടാതിരിക്കരുത്. നോക്കിയേ, നിന്നെ മിണ്ടാതാക്കാൻ നോക്കും, നിന്നെ പ്രസംഗിക്കാതിരിക്കാൻ നോക്കും. എന്ത് ചെയ്യരുത്? നീ പ്രസംഗിക്കാതിരിക്കരുത്, മിണ്ടാതെയും ഇരിക്കരുത്. അടുത്ത വരി, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. എന്തോന്നാ പറഞ്ഞേ? ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഇന്ന് ഞാനിരിക്കുന്ന പൈതലേ, നമ്മളെല്ലാ വിഷയവും എടുത്തു ചാടരുത്. പിന്നെ എന്ത് ചെയ്യണം? സൈലൻ്റായിട്ട് നിന്ന് കൊടുക്കണം. നിന്ന് അപ്പൻ്റെ മുമ്പിൽ ഇരുന്ന് പറയണം, കർത്താവേ എൻ്റെ തലയിൽ മുടി അങ്ങെണ്ണിയിരിക്കുന്നെങ്കിൽ ബാക്കിയാണോ? പിന്നെ ഇല്ല, സാരമില്ല, എൻ്റെ ദൈവൻ്റെ ശബ്ദം കേൾക്കും, എൻ്റെ ദൈവൻ്റെ പ്രാർത്ഥന കേൾക്കും, എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ട്, എൻ്റെ ദൈവം എന്നെ മനസ്സിലാക്കുന്നുണ്ട്, എൻ്റെ ദൈവം അടുത്തറിഞ്ഞിരിക്കുന്നു. ഈ മനുഷ്യൻ ഹല്ലേലൂയ കർത്താവിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങി. കർത്താവ് പറഞ്ഞു, മക്കളെ നീ പേടിക്കണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഒന്നുകൂടെ വായിച്ചേ. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഒന്നുകൂടെ വായിച്ചേ വരി, ഒന്നുകൂടെ വായിച്ചേ. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക. നീ എന്ത് ചെയ്യണം? ഭയപ്പെടാതെ പ്രസംഗിച്ചോ. പേടിക്കണ്ട, ആരെയും നീ പേടിക്കണ്ട. കാരണം ആരുണ്ട്? കർത്താവ് കൂടെ നിൽക്കുക.
നീനകത്തിരിക്കുന്ന പൈതലിനോട് ദൈവം പറയുന്നു, മക്കളെ നീ പേടിക്കണ്ട. നീ ആരെ പേടിക്കുന്നേ? നീ എന്തിനാ തല കുനിച്ചിരിക്കുന്നേ? പേടിക്കണ്ട. ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യമെല്ലാം ദൈവം നോക്കിക്കൊള്ളും. നീ പേടിക്കരുത്, നീ ഭയപ്പെടണ്ട, നീ ശക്തിയോടെ നീ മുന്നോട്ട് വയ്ക്കോ. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. മിണ്ടാതിരിക്കരുത്. നിന്നെ ഏൽപ്പിച്ചത് നീ പറയണം. നിന്നോട് ഏൽപ്പിച്ചത് നീ സംസാരിക്കണം. നീ പേടിച്ചിരിക്കല്ലേ? നിന്നോട് സുവിശേഷം പറയാനാണോ ദൈവം വിളിച്ചേ? നീ പറ, ഏതിനാണ് നിന്നെ വിളിച്ചത് അത് നിശ്ചയി. നീ പേടിക്കരുത്. അടുത്ത വരി, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അടുത്ത വരി, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അടുത്ത്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. കണ്ടോ, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത്. ആരാ പറഞ്ഞേ? എൻ്റെ അപ്പൻ. എൻ്റെ അപ്പൻ ഇതുപോലെ സംസാരിക്കും. നമ്മുടെ അപ്പനായി അമ്മയായി എല്ലാമായി ഇറങ്ങി വന്ന് സംസാരിക്കുന്നവനാണ്. പക്ഷേ നമ്മൾ വിളിച്ച ദൈവത്തിൻ്റെ ദൈവം വിശ്വസ്തനാ. ആ വിശ്വസ്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തയോടെ മുന്നോട്ട് പോകണം. എടുത്ത് ചാടല്ല. പ്രതികൂല തീച്ചുളയും പ്രതിസന്ധി എല്ലാം ഒരു ദൈവ പൈതൽ ഉണ്ടാകും. പക്ഷെ അവ ഇവിടെ നടുവിലൊന്നും എടുത്തിയാടാതെ എൻ്റെ ദൈവത്തോട് ചോദിക്കണം, അപ്പ ഞാൻ എന്ത് ചെയ്യണം അപ്പ? എന്നോട് സംസാരിക്കണം, എന്നെ വിട്ടു പോകരുത്. ഞാനിത് അപ്പൻ്റെ മുൻപിൽ കാത്തിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ദൈവം അടുത്തൊരു വഴി നമുക്ക് വേണ്ടി തുറന്നു തരും. അടുത്ത് നമ്മളോട് സംസാരിക്കും, നമ്മളോട് ഇടപെടും. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ഇന്നലെ ഞാൻ ചില കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു. ചില ദിവസം നോക്കി, ഈ പട്ടണം വിട്ട് നീ പോകരുത്, പ്രശ്നം കണ്ട് നീ പേടിക്കരുത്, പ്രതികൂലം കണ്ട് നീ പേടിക്കരുത്. ഈ പട്ടണത്തിൽ ഒരുപാട് വ്യക്തികളെ യേശുവിനായിട്ട് നിങ്ങൾ പാർക്കുന്ന പട്ടണമില്ലേ, ഒരുപാട് പേര് യേശുവിനെ കാണാനുണ്ട്. ഹല്ലേലൂയ. നമ്മളിലൂടെ സുവിശേഷം മറ്റൊരാരും ഒരുപാട് പേര് കേൾക്കാനുണ്ട്. നമ്മൾ കർത്താവിൽ നിലനിന്നാലേ ഒരു കൂട്ടം പേർ കർത്താവിലേക്ക് വരൂ. നമ്മൾ വിട്ടുപോയാൽ അതോടെ അവിടെ പിടിക്കപ്പെടേണ്ട ജനം മാറിപ്പോകും. കർത്താവ് പറഞ്ഞു, പൗലോസിനോട് പറഞ്ഞു, നീ പേടിക്കണ്ട, എനിക്ക് ഒരു കൂട്ടം ജനങ്ങൾ ഇവിടെ ഉണ്ട്, നീ വെയിറ്റ് ഇതുപോലെ സംസാരിക്കും. കണ്ടോ ആ വരി ഒന്നുകൂടെ വായിച്ച്, ഇപ്പൊ വായിച്ച വരി, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന്. ഈ പട്ടണത്തിൽ എന്തുണ്ട്? എൻ്റെ അപ്പന് വളരെ ജനമുണ്ട്. എത്ര ജനമുണ്ട്? വളരെ ജനമുണ്ട്. അടുത്ത വരി, അങ്ങനെ അവൻ 1 ആണ്ടും 6 മാസവും അവിടുന്ന് പോയില്ല. അവിടെ തന്നെ തമ്പടിച്ച് കിടന്ന് സുവിശേഷം പറഞ്ഞു. കർത്താവ് വാക്ക് കൊടുത്തു. അമ്മേ, ദൈവം എനിക്ക് നിങ്ങൾക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, പേടിക്കല്ലേ. ദൈവമാണ് വാക്ക് തന്നത്. നമ്മൾ മനുഷ്യനെ പേടിക്കും, ലോകത്തെ പേടിക്കും. അവർ നമ്മളെ എന്ത് ചെയ്യും, ഇവർ നമ്മൾ എന്ത് ചെയ്യും, എന്താകും, പേടിക്കല്ലേ. ദൈവമാണ് വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യം ദൈവം എന്ത് ചെയ്യും അവിടെ പാർത്തു. അടുത്ത വരി വായിച്ചേ. അങ്ങനെ അവൻ 1 ആണ്ടും 6 മാസം അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചു കൊണ്ട് താമസിച്ചു. ഇനിയും അപ്പോസ്തലപ്രവൃത്തി 23:11 വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക. രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ ഇറങ്ങി ചെന്നു. ആരുടെ അടുക്കൽ? അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 23-ാം അധ്യായം 11-ാം വാക്യം. പ്രതികൂലമുണ്ടായി, പ്രശ്നമുണ്ടായി, പ്രതിസന്ധി ഉണ്ടായി. പ്രതികൂലത്തിൻ്റെ നടുവിൽ എൻ്റെ ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിയവൻ്റെ അടുക്കൽ എൻ്റെ ദൈവം ഇറങ്ങി ചെന്നു. ആ രാത്രി കർത്താവ് ഇറങ്ങി ചെന്ന് അപ്പോസ്തലനോട് പറഞ്ഞു, വായിച്ച് 23:11. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും. അവിടെ ഭയങ്കര പ്രശ്നത്തിന്റെ നടുവിലാണ്, അവർക്ക് ഭയങ്കര പ്രതിസന്ധിയുടെ നടുവിലാണ്. നമുക്കെല്ലാവർക്കും ആ കാര്യങ്ങൾ അറിയാം. പ്രതിസന്ധിയുടെ നടുവിൽ ആയിരിക്കുമ്പോഴും അപ്പോസ്തലനോട് പറയുകയാണ്, രാത്രിയിൽ കർത്താവിന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക. അടുത്തവരി, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകും. നിങ്ങൾക്ക് മനസ്സിലായോ? പലയിടത്തും ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോടുള്ള ആലോചനയാ. നിങ്ങൾ എത്ര പേര് ഏറ്റെടുക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങളുടെ ശ്രദ്ധ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയാം, യേശു നമ്മുടെ നടുവിലുണ്ട്, നമ്മുടെ ആലയത്തിനകത്തുണ്ട്. കർത്താവ് വിളിച്ചിറക്കിയ ഒരു പൈതലാണോ? പ്രതികൂലം വരുമ്പോൾ പേടിക്കത്തില്ല. അതിൻ്റെ നടുവിൽ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു മകളാണോ? അതത് സമയത്ത് ദൈവം ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കും. അവിടെ വെച്ച് അപ്പോസ്തലനോട് സംസാരിച്ചെങ്കിൽ ഇവിടെ ഇതാ 23-ാം അധ്യായത്തിനകത്തും ഇറങ്ങി വന്ന് സംസാരിക്കുകയാണ്. എന്താ സംസാരിച്ചത്? ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഒരു പ്രതിസന്ധി നീ പേടിക്കേണ്ട. വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. ഇപ്പൊ വായിച്ച വാക്യം ഒന്നുകൂടെ വായിച്ചേ. 11-ാം വാക്യം 23:11. അപ്പോസ്തലപ്രവൃത്തി 23:11. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകും. കണ്ടോ, എന്റെ അപ്പനൊരു പദ്ധതി ഉണ്ട്. ഇതിനകത്തിരിക്കുന്ന ഓരോ മകനെ കുറിച്ചും ഓരോ മകളെ കുറിച്ചും നീ ആരെയും പേടിക്കല്ലേ. നിന്നെ വിളിച്ച ദൈവമാണെങ്കിൽ നീ വിശ്വസ്തയോടെ, ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതൽ ആരോടൊക്കെ ഉള്ള ആലോചനയാണ്.
ഇത് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങൾക്കുമുള്ള ആലോചനയാണ് ദൈവം കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പച്ചൻ പറയുന്നു, മക്കളെ, ഞാൻ നിന്നെ വിളിച്ചിട്ട് നിന്നെ വിട്ട് മാറിപ്പോകത്തില്ല, നിന്റെ കൂടെ ഇരിക്കും. ഈ അപ്പോസ്തലന്റെ കൂടെ ഇരുന്നില്ലേ, അതുപോലെ ഞാനും ഈ നാളുകളിൽ നിന്റെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. നീ മനുഷ്യനെ പേടിക്കല്ലേ. യെഹെസ്കേലിന്റെ പുസ്തകം 2-ാം അധ്യായം 6, 7, 8 വാക്യം വായിക്കുമ്പോൾ, നീയോ മനുഷ്യപുത്ര അവരെ പേടിക്കരുത്. യെഹെസ്കേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 6, 7, 8 വായിക്കുമ്പോൾ അതിനകത്ത് മനുഷ്യപുത്ര അവരെ പേടിക്കരുത്. പറക്കാരെ മുള്ളും നിന്റെ അരികെ ഉണ്ടായിരുന്നാലും തേളുകളുടെ ഇടയിൽ നീ പാർത്താലും അവരുടെ വാക്ക് പേടിക്കരുത്. അവർ മത്സര ഗ്രഹമല്ലോ, നീ അവരുടെ വാക്ക് പേടിക്കരുത്. അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കരുത്. അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എൻ്റെ വചനങ്ങൾ അവരോട് പ്രസ്താവിക്കണം. അവർ മഹാ മത്സരികളല്ലോ. വായിച്ചേ യെഹെസ്കേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 6, 7, 8 വായിച്ചേ. നീയോ മനുഷ്യപുത്ര, നീയോ മനുഷ്യപുത്ര അവരെ പേടിക്കരുത്, അവരെ പേടിക്കരുത്. പറക്കാരെയും മുള്ളും നിന്റെ അരികെ ഉണ്ടായിരുന്നാലും തേളുകളുടെ ഇടയിൽ നീ പാർത്താലോ. വീട്ടിനകത്ത് ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കും, പുറത്ത് ഇതുപോലെ ആയിരിക്കും. പേടിക്കരുത്. വിളിച്ചതാരാ? ദൈവം. ദൈവത്തിന് ഉദ്ദേശമുണ്ട് നമ്മളെ കുറിച്ച്. ദൈവത്തിന് ഉദ്ദേശമുണ്ട്, അത് ദൈവം ചെയ്യും. പക്ഷെ താണിരുന്ന് കൊടുക്കണം, താണിരുന്ന് കൊടുക്കണം. പേടിക്കരുത്. വായിച്ചേ. അവരുടെ വാക്ക് പേടിക്കരുത്, പേടിക്കരുത്. അവർ മത്സരഗ്രഹമല്ലോ, അവർ മത്സരഗ്രഹമല്ലോ. അടുത്ത് അവരുടെ വാക്ക് പേടിക്കരുത്, നീ അവരുടെ വാക്ക് പേടിക്കരുത്. അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കുകയും. അവർ പല രീതിയിൽ നോക്കും. പേടിക്കരുത്, കാരണം നമ്മളെ വിളിച്ച ദൈവമാ. അടുത്ത വരി. അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എന്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം. നീ എന്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം. അവർ മഹാമത്സരികളല്ലോ. അടുത്ത് വീണ്ടും അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 27-ാം അധ്യായം അതിന്റെ 23 മുതൽ 25 വരെ വായിക്കുമ്പോൾ, വായിച്ചേ അപ്പോസ്തലപ്രവൃത്തി 27, 23, 25 വരെ. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ. നിങ്ങൾക്ക് എത്ര ഉറപ്പുണ്ട്? എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന്, പൗലോസേ ഭയപ്പെടരുത്, കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു പറഞ്ഞ അടുത്ത വരി. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പിൻ. ധൈര്യത്തോടെ ഇരിപ്പിൻ. ധൈര്യത്തോടെ ഇരി. കർത്താവ് വൻ കാര്യം ചെയ്യാൻ പോകുകയാ. ധൈര്യത്തോടെ ഇരിപ്പിൻ. അടുത്ത് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. അതെ. അപ്പോസ്തലൻ 2 കൊരിന്ത്യരുടെ ലേഖനം 12-ാം അധ്യായം 1, 2, 3 വാക്യം വായിക്കുമ്പോൾ അതേ അപ്പോസ്തലൻ പറയുകയാണ്. 2 കൊരിന്ത്യരുടെ ലേഖനം 12-ാം അധ്യായം 1, 2, 3 വാക്യം വായിച്ചേ. 12-ന്റെ 1, 2, 3. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെ കുറിച്ച് പറവാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. ഈ ഇറങ്ങി വരുന്ന മനുഷ്യനെ അറിയാം. ഈ വിളിച്ചിറക്കിയ ദൈവം വിട്ടകന്ന് മാറിയിട്ടില്ല. ദർശനം തരേണ്ട സമയത്ത് ദർശനം തരും, വെളിപ്പാട് തരേണ്ട സമയത്ത് വെളിപ്പാട് തരും. ഇറങ്ങി വന്ന് ധൈര്യപ്പെടുത്തേണ്ട സമയത്ത് ധൈര്യപ്പെടുത്തും. കർത്താവിന്റെ വിളി കേട്ട് ഇറങ്ങി പൈതലെ നീ പേടിക്കരുത്. അപ്പോസ്തലൻ പറഞ്ഞു, ഞാനോ നിർമ്മലൻ. നിങ്ങൾക്ക് മനസ്സിലായോ? ഇവർ വാക്ക് എനിക്ക് നിങ്ങൾക്ക് പറയാൻ വേണമെങ്കിൽ ഞാൻ എന്നെ ചിന്തിക്കണം. ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഞാൻ നിർമ്മല പൈതലാണോ? എൻ്റെ അപ്പൻ്റെ വാക്കിൻ പ്രകാരം ജീവിക്കുന്ന ആളാണോ എന്ന് ഞാൻ എപ്പോഴും എന്നെ ചിന്തിക്കണം. അപ്പോസ്തലൻ അത് ചിന്തിച്ചു. ഞാൻ നിർമ്മലന്. ഇത് പറയാൻ വേണം. നമ്മൾ കർത്താവ് വിളിച്ച് വേർതിരക്തി ഇറക്കിയതാണ്. അപ്പോസ്തലന്റെ അടുക്കൽ പലവട്ടം എൻ്റെ ദൈവം ഇറങ്ങി. ഇവിടെ ഏതാ? വായിച്ചേ. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല. ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല. ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പർദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. ദൈവം അറിയുന്നു. മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തത്. കർത്താവ് ഇറങ്ങുക മാത്രമല്ല, കർത്താവ് കൊണ്ടുപോകേണ്ട സമയത്ത് സ്വർഗ്ഗ ഉന്നതങ്ങളെ കാണിക്കാൻ കൊണ്ടുപോകുന്നവനും കൂടെയാണ്. കർത്താവ് ഇറങ്ങി വന്ന് സംസാരിക്കുക മാത്രമല്ല, ദർശനം തരിക മാത്രമല്ല, വെളിപ്പാടുകൾ തരിക മാത്രമല്ല, നമ്മുടെ ആത്മാവിനെ കൊണ്ടുചെന്ന് സ്വർഗ്ഗ ഉന്നതങ്ങളെ കാണിച്ചു തരുന്നവനും കൂടെയാണ് നമ്മുടെ ദൈവം. എത്ര വലിയവനാണ് ദൈവം! ഓരോ സെക്കൻഡ് തൻ്റെ മണവാട്ടിക്ക് വേണ്ടതല്ല, ഓരോ സെക്കൻഡ് ക്രിസ്തു തന്ന് ആത്മാവിൻ്റെ അഭിഷേകത്തോടെ നിറയ്ക്കുവാൻ ഈ ദൈവം മതിയായവനാണ് പൈതലെ. ഇന്ന് പകൽക്കാലം ഞാൻ നിർത്താൻ പോകുകയാ. സ്വത്രം പേടിക്കരുത്. അടുത്ത വാക്യം കൂടെ വായിച്ചേ. മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അടുത്ത വരി.
അവനെ കുറിച്ച് ഞാൻ പ്രശംസിക്കും. എന്നെ കുറിച്ചോ എന്റെ ബലഹീനതകൾ അല്ലാതെ ഞാൻ പ്രശംസിക്കയില്ല. കണ്ടോ, എന്നെ കുറിച്ചോ ബലഹീനതയല്ലാതെ പ്രശംസിക്കയില്ല. പ്രതികൂലമുണ്ട്, പ്രശ്നമുണ്ട്, പ്രതിസന്ധി ഉണ്ട്. എങ്കിലും അവിടെയായിട്ട് ദൈവം ഇറങ്ങി അപ്പോസ്തലന്റെ കൂടെ നടന്നു. ഇന്ന് അതേ ദൈവം ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന്, എൻ്റെ ദൈവം വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ അന്ത്യം വരെ നടത്താൻ വിശ്വസ്തനാണ്. രണ്ട്, കർത്താവ് വിളിച്ചിറക്കിയ പൈതലേ, നീ പ്രശ്നം വരുമ്പോൾ നമ്മുടെ ജഡചിന്തയിൽ ഓടരുത്, മനുഷ്യൻ്റെ വാക്ക് കേട്ട് ഓടരുത്. ദൈവത്തിൻ്റെ മുമ്പാകെ കാത്തിരുന്ന് ചോദിക്കണം, ദൈവമേ ഞാൻ അടുത്ത് എന്ത് ചെയ്യണം? ഹല്ലേലൂയ. 3, അങ്ങനെ ചോദിക്കുന്ന പൈതലിനെ ദൈവാത്മാവിനാൽ നിറയ്ക്കും. ആ ദൈവം ഉച്ചക്കെന്നില്ല, രാത്രി എന്നില്ല, പകലെന്നില്ല ഇറങ്ങി വന്ന് നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. സംസാരിക്കുക മാത്രമല്ല, അടുത്തടുത്ത ഓരോ നിറവുകൾ നമ്മളെ നിറച്ച് ക്രിസ്തുവിൻ്റെ തലയോളം നിറയ്ക്കാൻ. 3 സ്വർഗത്തോളം എടുക്കപ്പെടണമെങ്കിൽ അവിടെയും കൊണ്ടുചെന്ന് ചിലത് കാണിച്ചു തരാൻ. എങ്ങനെ പോയാൽ? കർത്താവിൻ്റെ വാക്ക് പോലെ പോയാൽ, വിശ്വസ്തതയോടെ പോയാൽ, ശക്തിക്ക് മീതെ ശക്തി തന്ന്. ഹല്ലേലൂയ. എങ്ങനെ നടക്കാൻ? നിർമ്മലതയോടെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. മനസാക്ഷിയുള്ള ആളായി. മനസാക്ഷിയുള്ള ആളല്ലേ? അടുത്തേത് മനസാക്ഷി? അടുത്തേത് മനസാക്ഷി? ശുദ്ധ മനസാക്ഷി. അടുത്തേത് മനസാക്ഷി? നിർമ്മല മനസാക്ഷി. നമുക്ക് അത് വേണം, നിർമ്മല മനസാക്ഷി. എല്ലാവരുടെ അകത്തും എന്തുണ്ട്? മനസാക്ഷിയുണ്ട്. എല്ലാവരുടെ അകത്ത് എന്തുണ്ട്? അകത്ത് മനസാക്ഷി ഉണ്ടല്ലേ? ആ ദൈവത്തെ ആരാധിക്കുന്നവരുടെ അകത്തും ആരാധിക്കാത്തവരുടെ അടുത്തും മനസാക്ഷിയുണ്ട്. എന്നാൽ നല്ല മനസാക്ഷി രക്ഷിക്കപ്പെട്ടവരുടെ അകത്തിൽ ഉണ്ട്, ശുദ്ധ മനസാക്ഷി. പക്ഷെ അഭിഷേകം പ്രാപിച്ചവരുടെ അടുക്കൽ ഏത് മനസാക്ഷിയുള്ള? നിർമ്മല മനസാക്ഷി. നിങ്ങൾക്ക് മനസ്സിലായോ? തട്ട് മനസ്സിലായോ? 3 തട്ട് മനസ്സിലായോ? ഹല്ലേലൂയ. നമ്മൾ എങ്ങനെയുള്ളവരായി? നിർമ്മല മനസാക്ഷി ഉള്ളവരായി. ഞാനോ നിർമ്മലൻ, ഞാനോ നിർമ്മലൻ, ഞാനോ നിർമ്മലൻ. അപ്പം വിളിച്ചിറക്കി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, കേട്ടാലും കേൾക്കാത്ത പോലെ ആരും എന്തോ പറഞ്ഞോളട്ടെ, സാരമില്ല. യേശു എന്നെ നോക്കി എന്ത് പറയുന്നു? യേശു എന്നെ നോക്കുമ്പോൾ നിർമ്മലനാണോ? അങ്ങനൊരു പൈതൽ ദൈവ ശബ്ദം കേട്ടിറങ്ങിയാൽ പ്രശ്നമുണ്ട്. പക്ഷെ പ്രശ്നത്തിൽ എടുത്തിയാടരുത്, മനുഷ്യൻ്റെ ആലോചന കേൾക്കരുത്. ദൈവാലോചന കേട്ടുപോയാൽ ഏത് പ്രതിസന്ധിയിൽ ദൈവം നടത്തും. ദൈവം ശക്തീകരിക്കും, ഇറങ്ങി വരും, വാക്ക് തരും. നമ്മളെ ആത്മാവിൽ നിറച്ച് കൊണ്ട് കാണിക്കേണ്ടതെല്ലാം കാണിക്കും. അന്ത്യം വരെയും ഈ ദൈവം നടത്താൻ വിശ്വസ്തൻ. നമുക്ക് കേട്ട വചനത്തെ ഹൃദയത്തിൽ ധ്യാനിക്കാമോ? നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാമോ? ആ ദൈവശക്തിയെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാമോ? യേശു ഇന്നലെയും ഇന്നും എന്നേക്കും യേശു ക്രിസ്തു അനന്യനത്രേ. ആ കർത്താവിൻ്റെ അടുക്കലേക്ക് നമുക്ക് അടുത്ത് വരാം. ഹല്ലേലൂയ. അപ്പൻ്റെ അടുക്കൽ കരങ്ങൾ അടിച്ച് ഒരു പാട്ട് പാടി ആരാധിക്കാമോ? എന്നുമേഘെ വന്നിടും എൻ്റെ പ്രാണനായക, അങ്ങേ കാണാൻ ആശയേറുന്നേ. സ്വർഗ്ഗവാസമോർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർഗ്ഗവാസമോർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. എന്നുമേഘ വന്നിടും എൻ്റെ പ്രാണനായക, അങ്ങേ കാണാൻ ആശയേറുന്നേ. സ്വർഗ്ഗവാസമോർക്കുമ്പോൾ പ്രിയ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർഗ്ഗവാസം പ്രിയ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. യോഗവയിലേറ്റതാൻ നാളി തളർന്നീടിലും തൻ്റെ കാന്ത എത്ര സുന്ദരി. കേദാരകൂടാരങ്ങളെ സോളമൻ തിരശിലകളെ വെല്ലുന്നതാ ശോഭയുള്ളവൾ. ലോകവയിലേറ്റതാൻ നാടി തളർന്നീടിലും തൻ്റെ കാന്ത എത്ര സുന്ദരി. കേദാരകൂടാരങ്ങളെ സോളമൻ തിരശിലകളെ വെല്ലുന്നതാ ശോഭയുള്ളവൾ. എന്നുമേഘെ വന്നിടും എൻ്റെ പ്രാണനായക, അങ്ങേ കാണാൻ ആശയേറുന്നേ.
സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. കണ്ണീരില്ല നാടതിൽ, ശോകമില്ല വീടതിൽ, എന്നു വന്നു ചേർത്തിടും പ്രിയ. അങ്ങെ കൺമനാർത്തിയാൽ പാർത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്തു താമസം. കണ്ണീരില്ല നാടതിൽ, ശോകമില്ല വീടതിൽ, എന്നു വന്നു ചേർത്തിടും പ്രിയ. അങ്ങെ കൺമനാർത്തിയാൽ പാർത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്തു താമസം. എന്നു മേഘ വന്നിടും എന്റെ പ്രാണനായക, അങ്ങെ കാണാൻ ആശയേറുന്നേ. സ്വർലോകവാസം ആനന്ദം പരമാനന്ദം പ്രഭോ. ഓഹോ, സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. 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 ലോകവെയിലേറ്റതാ പാടി തളർന്നീടിലും തന്റെ കാന്ത എത്ര സുന്ദരി. പേടിക്കല്ലേ. കേദാര കൂടാരങ്ങളെ, സോളമൻ തീരശിലകളെ വെല്ലുന്നതാ ശോഭയുള്ളവൾ. ലോകവെയിലേറ്റതാ പാടി തളർന്നീടിലും തന്റെ കാന്ത. ഓ, പ്രതികൂലമുണ്ട്, പ്രശ്നമുണ്ട്. ക്രിസ്തുവിൽ ജീവിക്കുന്ന പൈതൽ സൗന്ദര്യമുള്ളവളാ. ഓ ജീസസ്, കൃപ. പ്രതികൂലമുണ്ട്, പ്രശ്നമുണ്ട്. എന്നിട്ടും അവയുടെ നടുവില് കർത്താവിന്റെ പാദത്തിലിരിക്കുന്ന പൈതലേ, ഓഹോ നീ സുന്ദരിയാ. ക്രിസ്തുവിന്റെ സൗന്ദര്യമുള്ള മണവാട്ടിയാ. ക്രിസ്തുവിന്റെ കാന്തയാ നീ. പ്രതികൂലമുണ്ട്, പ്രശ്നമുണ്ട്. എന്നിട്ട് അപ്പന്റെ പാദവൃത്തി കിടക്കുന്ന പൈതലേ, നീ പേടിക്കണ്ട. ഓ, ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർലോകവാസം ഓർക്കുമ്പോൾ ആരെല്ലാം തള്ളിയാലും, ആരെല്ലാം ഉപേക്ഷിച്ചാലും, ആരെല്ലാം മാറിപ്പോയാലും, ആരൊക്കെ മാറ്റിവിട്ടാലും, ഓഹോ ആമേൻ ആമേൻ ആമേൻ. ഓ, പ്രതികൂലങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധി ഉണ്ട്, മരുഭൂമി ഉണ്ട്, കാറ്റുണ്ട്, തിരമാലയുണ്ട്. നീ പേടിക്കണ്ട. നീ ഒത്ത മണവാട്ടി. ഓഹോ, ഈ ലോകവെയിലേറ്റ് മാടി തളർന്നാലും, പ്രതികൂലത്തിന്റെ നടുവിൽ മാടി തളർന്നാലും നീ പേടിക്കല്ലേ. നീ പ്രാർത്ഥിക്ക. ഓ, നീ ശക്തി പ്രാപിക്ക. അപ്പന്റെ മുമ്പിൽ കാത്തിരിക്ക. അപ്പൻ നിനക്ക് ബലം തരും, ശക്തി തരും, ആലോചന തരും. ഭയപ്പെടണ്ട. നീ പാർക്കുന്ന ദേശത്ത് ഒരു കൂട്ടം ജനങ്ങളുണ്ട്.